ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സീരീസ് 4. ഇത് നമ്മളുടെ F&O സീരീസിൻ്റെ 4ാമത്തെ പാഠത്തിലേക്ക് കിടക്കുകയാണ്, അതായത് ഓപ്ഷനിലേക്ക്. നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സെഗ്മെൻ്റാണ് ഓപ്ഷൻസ്. സോ ഇത്ര നാളും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു വലിയ ഓഡിയൻസിനെയല്ല ഞാൻ പറയുന്നത്, നമ്മളുടെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന കുറച്ച് ഓഡിയൻസ് വെയിറ്റ് ചെയ്തിരുന്ന ഓപ്ഷൻ സീരീസ് ഓഫ് വീഡിയോയിൽ നമ്മൾ കിടക്കുകയാണ്. F&O സീരീസ് തുടങ്ങി 3 വീഡിയോ ആയി. എന്ത് കാര്യം പഠിക്കുമ്പോഴും ആ പറയുന്ന രീതിക്ക് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ വരുള്ളൂ. സോ F&O സീരീസിൻ്റെ 1, 2, 3 പാഠങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ബേസിക് ഫ്യൂച്ചറിൻ്റെ ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് ഇതിലേക്ക് വന്നാലാണ് നമുക്കൊരു ഫുൾ പഠനം പൂർത്തിയാവുള്ളൂ. സോ അധികം വലിച്ചു നീട്ടുന്നില്ല. എന്നത്തെയും പോലെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മിഥുൻ. എല്ലാ മലയാളികൾക്കും ഡിമാറ്റ് അക്കൗണ്ട് വേണം. എല്ലാ മലയാളികൾക്കും ട്രേഡിംഗ് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ചെറുതായിട്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റ് ആയാലും കമോഡിറ്റി, ഫോറെക്സ്, ലാസ്റ്റായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലും എല്ലാ മലയാളികൾക്കും ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന ഉദ്ദേശത്തിൽ നമ്മൾ ഒത്തിരി ഇനീഷ്യേറ്റീവ്, ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്തിൻ്റെ തെറ്റിദ്ധാരണകൾ മാറി ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാനും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒത്തിരി പേര് വന്നു. ഇവർക്കെല്ലാം നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടുകളും മറ്റ് എക്സ്ചേഞ്ചുകൾ, ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും ഫോറെക്സ് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്ത് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോകുന്നു. നമ്മളുടെ ഭൂരിഭാഗം ഇൻട്രാക്ഷൻസും ഭൂരിഭാഗം പഠിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം വാട്സാപ്പിലൂടെയാണ്. ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ സേവനങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഫ്രീ ആണ്. 1 രൂപ പോലും നമുക്ക് ചാർജ് ഒന്നും തരേണ്ടതില്ല. നിങ്ങൾക്കറിയാം, യൂട്യൂബിലാണെങ്കിലും ഒത്തിരി ഏജൻസികളും ഒത്തിരി ട്രേഡേഴ്സും പെയ്ഡ് ക്ലാസ്സുകളൊക്കെ കൊടുത്ത് ഒരു 1 ഡേ പ്രോഗ്രാം, അവരുടെ കോഴ്സിന് 1000 രൂപ 10,000 രൂപ ഫീ ഒക്കെ മേടിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നമ്മളുടെ അതുപോലെ ഒന്നുമല്ല, നമ്മൾ ആബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. ആൻഡ് നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെ ഒരു ക്ലാസ് റൂമിൽ പോയിരുന്ന് പഠിക്കേണ്ട അല്ലെങ്കിൽ ഒരു വെബിനാർ, ഒരു വീഡിയോ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമല്ല ട്രേഡിംഗ് ചെയ്ത് പഠിക്കണം. തെറ്റുകൾ വരും, തെറ്റുകൾ വന്ന് നമ്മൾ ആ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി പഠിക്കേണ്ട ഒരു വേൾഡാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് നമ്മളുടെ പഠനം മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോഴ്സല്ല, റിയൽ ടൈം ട്രേഡിംഗ്. നിങ്ങളായാലും ട്രേഡ് ചെയ്ത് തെറ്റ് മനസ്സിലാക്കി പഠിക്കുക. തെറ്റ് വരുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്കോ എൻ്റെ ടീമിനോ ചോദിക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. നമ്മളുടെ സർവീസുകളെല്ലാം ആബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. സോ നിങ്ങളും ഒരു ബിഗിനറാണോ, നിങ്ങൾക്കും ഈ പറയുന്ന സെഗ്മെന്റുകൾ എന്തിലാണെങ്കിലും, സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ഫോറെക്സ്, ക്രിപ്റ്റോ എന്തിലാണെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം, നമ്മളുടെ വാട്സപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക. എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന സെഗ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ടീമും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ഡിലേ ഉണ്ട്. ബിക്കോസ് വരുന്ന മെസ്സേജുകൾ, ഇപ്പം യൂട്യൂബിലാണെങ്കിലും കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് വരുന്ന മെസ്സേജുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനഫ് സ്റ്റാഫ് ഉണ്ട്, നമുക്ക് 10-12 പേര് ഹാൻഡിൽ ചെയ്തിട്ടും വാട്സപ്പ് മെസ്സേജുകൾക്ക് ചെറിയ ഡിലേ ഉണ്ട്. പക്ഷേ നിങ്ങൾ 1-2 ദിവസം ഡിലേ ഉണ്ടെങ്കിലും ക്ഷമിക്കുക, നമ്മൾ എന്തായാലും നിങ്ങളെ എല്ലാവരെയും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഒപ്പം വാട്സപ്പിൽ മെസ്സേജുകൾ കൂടിയതുകൊണ്ട് മിസ്സാകാതിരിക്കാൻ നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഫോമിൽ കയറി നിങ്ങളുടെ പേരും കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി വൈകിയാണെങ്കിലും നമ്മുടെ ടീം നിങ്ങളെ മിസ്സാകാതെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളും മടിച്ചു നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്തോളൂ. ഈ പറയുന്ന എല്ലാ ബേസിക് കാര്യങ്ങളും പഠിക്കാം. ഒപ്പം നമ്മുടെ ഒപ്പം ചേർന്ന മറ്റു ഗുണങ്ങൾ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് പോലുള്ള ഇൻഡെക്സ് ഓപ്ഷൻ, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നമ്മുടെ ഒപ്പം ലൈവ് ട്രേഡ് ചെയ്യാനുള്ള അവസരവും ഇത്തരം അഡ്വാൻസ്ഡ് സർവീസുകൾ നമ്മളുണ്ട്. ഇതൊക്കെ എന്താണ് നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലുള്ള സപ്പോർട്ടുകളൊക്കെ നമുക്കുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത്. സോ വലിച്ചു നീട്ടുന്നില്ല, നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഓപ്ഷൻ സീരീസിന്റെ ഓപ്ഷൻ സെഗ്മെന്റുകൾ വീഡിയോസിലേക്ക് നമ്മൾ കടക്കുവാണ്. തൊട്ടുമുമ്പും നമ്മളൊരു ഹൈപ്പൊക്കെ കൊടുത്ത് അവസാനിപ്പിച്ചതാണ്. ഫ്യൂച്ചർ ഇവിടെ കൊണ്ട് തീരാണ്, ഓപ്ഷൻ തുടങ്ങുകയാണ്. യെസ്, ഫ്യൂച്ചറും മറ്റ് ട്രേഡിംഗും ഒന്നുമല്ല, ട്രേഡിങ്ങിന്റെ ഏറ്റവും രസകരമായ, അല്ലെങ്കിൽ എന്താ പറയുക, എനിവേ ട്രേഡ് ചെയ്യാൻ വന്നിരിക്കുന്നവൻ, ഇൻട്രാഡേ ഒക്കെ ചെയ്യാൻ വന്നിരിക്കുന്നവൻ റിസ്ക് എടുക്കാനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നതിന്. അതിൽ തന്നെ ഏറ്റവും വലിയ റിസ്ക് ഉള്ള, അതുപോലെ തന്നെ ഏറ്റവും വലിയ റിവാർഡുള്ള, ട്രേഡിങ്ങിന്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വേൾഡാണ് ഓപ്ഷൻസ്. ഞാൻ കണ്ടിട്ടുണ്ട് പല ട്രേഡേഴ്സും പല യൂട്യൂബേഴ്സും ഓപ്ഷൻ റിസ്ക് ആണ്, ഓപ്ഷൻ ചെയ്യാൻ പാടില്ല, തുടക്കക്കാർ ചെയ്യരുത്, അതാണ് ഇതാണ്. ഓപ്ഷനെ പറ്റി ഒത്തിരി പ്രശ്നങ്ങളാണ് എല്ലാവർക്കും പറയാനുള്ളൂ. ഞാൻ എവിടെ ഇരുന്ന് ഓപ്ഷനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പോൾ എന്നോട് പലരും പറയും, സാറ് മാത്രമാണ് ഓപ്ഷനെ ഇത്രയധികം പ്രൊമോട്ട് ചെയ്യുന്നത്, അതും ഓപ്ഷൻ ബൈങ്ങിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ നിങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് പറയും, ആരെങ്കിലുമൊക്കെ വേണ്ടേ പ്രൊമോട്ട് ചെയ്യാനായിട്ട്? ഇത്ര മനോഹരമായിട്ടുള്ള വേൾഡ് ഇങ്ങനെ ഉണ്ടെന്നും ഇതിലിങ്ങനെ നിമിഷ നേരം കൊണ്ട് ഇത്ര രൂപയ്ക്ക് സമ്പാദിക്കാം, അതുപോലെ തന്നെ ഇത്ര രൂപ പോവാമെന്നെങ്കിലും പറഞ്ഞു തരാൻ ഒരാൾ വേണമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഗ്മെന്റാണ് ഓപ്ഷൻ. അതിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നതും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇൻഡെക്സ് ഓപ്ഷനിലാണ്. അതിൽ തന്നെ ഇൻഡെക്സ് ഓപ്ഷന്റെ ബൈയിങ് ആണ്. അതിനാണ് ഏറ്റവും തമാശ. കുറച്ചൊക്കെ ഓപ്ഷൻ അറിയാവുന്നവർക്ക് അറിയാം, ഓപ്ഷൻ മെയിൻ വലിയ ട്രേഡേഴ്സ് ഒക്കെ ഓപ്ഷൻ സെല്ലേഴ്സ് ആണ്.
ഇപ്പം നമുക്കറിയാവുന്ന പേരെടുത്ത് പറയുന്നില്ല എങ്കിലും മെയിൻ നമ്മൾ കാണുന്ന നമ്മളുടെ ഹീറോസ് എല്ലാം ഓപ്ഷൻ സെല്ലേഴ്സ് ആണ്. അവർക്ക് കാശുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് സാധാരണക്കാരുടെ വശത്തു നിന്നാണ്. ഓപ്ഷൻ സെല്ല് ചെയ്യാൻ കാശ് കൂടുതൽ വേണം. ഇതൊക്കെ നമുക്ക് പഠിക്കാട്ടോ, എന്തിനെ പറ്റിയൊക്കെ ഞാൻ പറയുന്നുള്ളത് ഓൺ ഗോയിങ് പഠിക്കാം. തൽക്കാലം മനസ്സിലാക്കാം, ഓപ്ഷൻ സെല്ല് ചെയ്യാൻ കാശ് കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കാരാണ് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു സാധനം ഓപ്ഷൻ ബൈങ് ആണ്. അതായത് 10,000 രൂപ കൊണ്ട് വരെ ഇൻഡെക്സ് ഓപ്ഷൻ ബൈ ചെയ്യാം. ഒരു ലോട്ട് മേടിക്കാൻ വെറും 10,000 രൂപ മതി. അതിൽ നിന്നും 1,000, 2,000, 3,000 ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ലോസും അതുപോലെ വരാം. ആൻഡ് അത് മാത്രമല്ല 10ഉം 100ഉം ഇരട്ടിയാവുന്ന കാര്യങ്ങളോട് നടക്കും. 10,000 രൂപ നിങ്ങളൊരു ഭാഗ്യവാനാണെങ്കിൽ കണ്ണടച്ച് നോക്കുന്ന സമയം കൊണ്ട് 1 ലക്ഷം രൂപയൊക്കെ ആവും. സോ അത്ര മനോഹരമായ വേൾഡ് ആയതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി അറിയേണ്ടതുണ്ട്, ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഇതുവരെയുള്ള എൻ്റെ വീഡിയോസിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിയലിസ്റ്റിക് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതായത് ഒരു ലൈവ് ട്രേഡർക്ക്, ഒരു ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കാൻ വന്നിരിക്കുന്ന ഒരാൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യമാണ് കൂടുതൽ പറയുക. പക്ഷേ ഈ സീരീസിൽ അങ്ങനെയല്ല. ഓപ്ഷൻ നമ്മൾ അല്പം ഡെപ്ത് ആയിട്ട് പഠിക്കും. ബിക്കോസ് ഓപ്ഷൻ ഇത്ര ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ഫ്യൂച്ചറിൽ തന്നെ പല കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ സീരീസ് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ഹിസ്റ്ററി അല്ലെങ്കിൽ കഥകളായിട്ട് പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. സോ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി ഇൻട്രൊഡക്ഷൻ തരാം. ഡയറക്റ്റ് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓപ്ഷൻ സീരീസിനെ സംബന്ധിച്ചിടത്തോളം 1ാമത്തെ വീഡിയോയും ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്കും നമുക്ക് ക്വിക്ക്ലി പോകാം. നമ്മുടെ 1ാമത്തെ വീഡിയോയിൽ F&O സീരീസിലെ 1ാമത്തെ വീഡിയോ 1 മണിക്കൂറോളം എടുത്ത് ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞതാണ്. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, നമ്മളൊക്കെ സാധാരണക്കാരാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഓപ്ഷൻ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിട്ട് ബന്ധിപ്പിച്ചായിരുന്നു. ഇന്നും നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഭൂമി കച്ചവടം നടക്കുക? 3 രീതിയിലാണ് സ്ഥലം റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുക. ഒന്ന്, ഞാൻ എൻ്റെ ഒരു പൂർത്ത പണക്കാരനാണ് എൻ്റെ അടുത്ത് വീട്ടിലെ കെട്ടുകണക്കിന് കാശിരിക്കുന്നുണ്ടെങ്കിൽ ആ കാശ് അങ്ങനെ തന്നെ കൊണ്ടുപോയി ആ പറയുന്ന വിലയ്ക്ക് ആ സ്ഥലം കൊണ്ട് മേടിക്കും. ദാറ്റ് മീൻസ് 10 ലക്ഷം രൂപയുടെ സ്ഥലം എന്ന് വിചാരിക്കും. എനിക്ക് എങ്ങനെ മേടിക്കാം? കാശുള്ളവനാണ്, ഫുൾ എമൗണ്ട് ഉണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപയും കയ്യോടെ കൊടുത്ത് ആ സ്ഥലം എൻ്റെ പുറകെ രജിസ്റ്റർ ചെയ്യാം. ഇനി സാധാ അതല്ലാത്ത കച്ചവടങ്ങളാണ് 90% നാട്ടിൽ നടക്കുന്നത്. എന്താണ്? എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്ത് ഒരു കാലാവധി മേടിച്ച് ചെയ്യുന്ന കച്ചവടങ്ങൾ. ദാറ്റ് മീൻസ് ഞാൻ 10 ലക്ഷം രൂപയുടെ സ്ഥലമാണ്, തൽക്കാലം ഒരു 2-3 ലക്ഷം, 3-1 എമൗണ്ട് 2-3 ലക്ഷം രൂപ കൊടുത്ത് ആ സ്ഥലം ഒരു രജിസ്റ്റർ ചെയ്യുന്നു. 1 മാസം സമയത്തേക്ക്, അല്ലെങ്കിൽ 2 മാസം സമയത്തേക്ക്, അല്ലെങ്കിൽ 3, അങ്ങനെ സ്ഥലക്കച്ചവടത്തിൽ പല സമയമുണ്ട്. അങ്ങനെ ഒരു മാസ സമയത്തേക്ക് ഇതിന്റെ 3-1 ഒരു എമൗണ്ട് കൊടുത്ത് ഒരു കരാർ രജിസ്റ്റർ ചെയ്യും. ആ കരാറാണ് ഇവിടുത്തെ ഫ്യൂച്ചർ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പഴയ വീഡിയോയിൽ. ഇനി അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ള അടുത്ത സെഗ്മെന്റിലേക്ക് വരാം. അതിലും ബുദ്ധിയുള്ള ഒരു ആൾക്കാരുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, കച്ചവടക്കാർ, റിയൽ കച്ചവടക്കാർ. ഇപ്പം റിയൽ എസ്റ്റേറ്റ് എല്ലാം ഡൗൺ ആണ്. പണ്ടത്തേക്ക് കച്ചവടക്കാർ 1000 രൂപ ഒരു നോട്ട് പോക്കറ്റിലിട്ടുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കച്ചവടക്കാർ, ഇവരുടെ കച്ചവടമാണ് നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ. ആ കച്ചവടക്കാരെയും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്ഷൻ ചെയ്യുന്ന ആൾക്കാരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് അവർ ചെയ്യുന്നത്? ടോക്കൺ കൊടുക്കും, അല്ലേ? 10 ലക്ഷം രൂപയുടെ സ്ഥലം വെറും 1000 രൂപ പോക്കറ്റിൽ ഇട്ട് ടോക്കൺ കൊടുത്ത്, പണ്ടൊക്കെ 1000ന്റെ ടോക്കൺ ആയിരുന്നു, ജസ്റ്റ് ടോക്കൺ കൊടുത്തുകൊണ്ട് വരും. പിന്നെ ഓട്ടാണ് ഇതിന് പറ്റിയ ഒരു ബയ്യറെ കണ്ടുപിടിക്കാൻ. 10-നായിരിക്കും മേടിച്ച് ഒരു 10-രക്കോ ഒരു 11 ലക്ഷത്തിനോ എവിടെന്നെങ്കിലും ഈ കച്ചവടക്കാർ പോയി ഒരു ബയ്യറെ കണ്ടുപിടിച്ച് ആ 10 ലക്ഷം രൂപയ്ക്ക് അവൻ രാവിലെ മേടിച്ച സാധനം, ഏത് രാവിലെ പോയി ആ സ്ഥലത്തിന്റെ ഉടമയുടെ അടുത്ത് വെറും 1000 രൂപ കൊടുത്തുകൊണ്ട് വന്നേക്കാ, എനിക്ക് ഇഷ്ടപ്പെട്ടു, 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ സ്ഥലം മേടിച്ചോളാം എന്നൊരു വാക്ക് മാത്രം കൊടുത്തുകൊണ്ട് വന്ന് അന്ന് തന്നെ എവിടെയെങ്കിലും പോയി ഇതിന് പറ്റി നല്ലൊരു ബയ്യറെ കണ്ടുപിടിച്ച് ഒരു 11 ലക്ഷം രൂപ അടിപൊളി കച്ചവടം എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ഈ സാധനം 11 ലക്ഷം രൂപയ്ക്ക് പിടിപ്പിക്കും. അവന്റെ ഇൻവെസ്റ്റ്മെന്റും അവന്റെ ലാഭവും നിങ്ങൾ നോക്കിയേ. അവന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? വെറും 1000 രൂപ. അവന്റെ ലാഭമോ 1 ലക്ഷം രൂപ. എത്ര മടങ്ങാ? 100 മടങ്ങ്. ഇതാണ് ഓപ്ഷൻ. ഇതാണ് എന്നെയും ഒരുമാതിരി എല്ലാവരെയും ഓപ്ഷനിൽ പ്രിയപ്പെട്ടവരാക്കുന്നത്. ചെറിയ ക്യാപിറ്റൽ കൊണ്ട് വലിയ വലിയ കച്ചവടങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞത് സിമ്പിൾ, 1000 തന്നെ വിചാരിച്ചോ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്ഷനിലും 1000 റുപ്പീസ് കൊണ്ട് നിങ്ങൾക്ക് 10 ലാക്സിന്റെ കച്ചവടം ചെയ്യാം, 1 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കാമെന്ന് ഞാൻ പറയുമ്പോൾ തമാശയ്ക്ക് പറഞ്ഞതല്ല, ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഇനിയും ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണമെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ലൈവ് ട്രേഡ് ചെയ്ത് ഈ പറഞ്ഞ 1 ലക്ഷം ഒന്നും വേണ്ട, 1000 രൂപ കൊണ്ട് ഒരു 1000 രൂപ കിട്ടിയാലോ, 2000 ആയാലോ? സംശയമുണ്ടോ ഇതൊക്കെ നടക്കാത്ത കാര്യമാണെന്ന്? ജസ്റ്റ് എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഒന്ന് എടുത്ത് നോക്കി. വീക്ക്ലി എക്സ്പയറി, ഹീറോ സീറോ ട്രേഡ് എന്നൊക്കെ പറഞ്ഞ് ഇതിനും ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 10 രൂപ 100 രൂപയാവുന്നു, 20 രൂപ 200 രൂപയാവുന്നു. ഈ കഥകളൊക്കെ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ലൈവ് ബുക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. സോ സംശയിക്കേണ്ട കാര്യമില്ല, നമ്മളുടെ കൂടെ കൊടുക്കോ, നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. പഠിപ്പിച്ചു തരാന്നേ, പഠിപ്പിച്ച് വെറുതെ ഇതേപോലെ വീഡിയോയിൽ കഥ പറഞ്ഞ് പഠിപ്പിച്ചു തരാന്നല്ല, നമ്മളുടെ ഒപ്പം ചെയ്യാന്ന്. ഞങ്ങൾ എല്ലാ ദിവസവും ഇരുന്ന് ചെയ്യുന്ന കാര്യമാണ്, നിങ്ങൾക്കും നമ്മുടെ ഒപ്പം ചെയ്യാം. ജസ്റ്റ് ഈ നമ്പറിൽ വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരാം. ഒപ്പം ഈ കാര്യങ്ങളോട് പഠിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, സോ അതാണ് ഓപ്ഷൻ. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഇത്ര ഇൻട്രസ്റ്റിംഗ്? നമ്മൾ മലയാളികളാണ്, ചെറിയ കാശ് കൊണ്ട് വലിയ കച്ചവടങ്ങൾ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ക്രിപ്റ്റോ ഒക്കെ വീഡിയോ ഇട്ടപ്പോൾ മറ്റു വീഡിയോസിൽ ഒന്നുമില്ലാത്ത
തള്ളാണ് ക്രിപ്റ്റോ വീഡിയോസിന്. ഒരാഴ്ച കൊണ്ടൊക്കെ കണ്ടത് 30,000-40,000 പേരാണ് വീഡിയോ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ മലയാളികൾ ഈ ഊഹാപോഹങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ എന്താ പറയുക അൺബിലീവബിൾ ആയിട്ടുള്ള ടാർഗറ്റ് നോക്കുന്ന ആൾക്കാരാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരു മലയാളിയായ സാധാരണക്കാരി എനിക്കും ഏറ്റവും ഇഷ്ടം ഓപ്ഷനാണ്. ഇത്രയും മാജിക്കൽ റിട്ടേൺ കിട്ടും. സോ ഇതാണ് ഓപ്ഷനിൽ ചെയ്യുന്നത്. സിമ്പിളായി നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിലൂടെ ഈ സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. റിയൽ എസ്റ്റേറ്റ് ഒക്കെ വിട്, ഇത് തന്നെ പറഞ്ഞു തരാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം പറഞ്ഞാണ്. നമ്മളുടെ കാര്യം ആരാണ്? നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്റ്റോക്സ് ആണ്. സ്റ്റോക്സ്, ഇൻഡെക്സ്, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പോലുള്ള ഇൻഡെക്സ്, കറൻസി, US ഡോളർ, യൂറോ പോലുള്ള കറൻസികൾ, ക്രിപ്റ്റോസ്, ക്രിപ്റ്റോ, ബിറ്റ്കോയിൻ, എതേറിയം പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ, ഇതൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്ന സാധനം. സോ ഇതിന്റെ കച്ചവടത്തിലേക്ക് വരാം. ഭൂമിയുടെ കച്ചവടമാണ് മാറ്റി വെക്കേണ്ട ഇടയ്ക്ക് നമുക്ക് അതിന് ആവശ്യം വരും. എന്താണെന്ന് എക്സാമ്പിൾസ് ആയിരുന്നു പറയാനായിട്ട്. ഫസ്റ്റ് തന്നെ സ്റ്റോക്കിലേക്ക് വരാം. HDFC ബാങ്കിന്റെ സ്റ്റോക്ക്. HDFC ബാങ്കിന്റെ ഇപ്പോഴത്തെ വില ഏകദേശം 1,500 രൂപയാണ് ഒരു സ്റ്റോക്കിന്റെ വില. ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രീനിലേക്ക് തന്നെ പോയി നോക്കാം. ഇതെങ്ങനെ സെലക്ട് ചെയ്യേണ്ടത്, ഫ്യൂച്ചറൊക്കെ സെലക്ട് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് പാഠം 1 തന്നെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. ഇനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നത്. HDFC ബാങ്കിന്റെ ഇപ്പോഴത്തെ വില 1,539 രൂപയാണ്. സോ ഈ HDFC ബാങ്ക് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കണമെങ്കിൽ ഇതൊരു ലോട്ടായിട്ടാണ്, ഫ്യൂച്ചർ ഓപ്ഷൻസ് ഒക്കെ ഒരു ലോട്ടായിട്ട് മേടിക്കാൻ പറ്റുള്ളൂ. സോ ലോട്ടൊക്കെ എന്താണെന്ന് പഴയ വീഡിയോ പറഞ്ഞതിൻ്റെ ഒപ്പം ഓപ്ഷൻ്റെ സീരീസ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പറയും. എക്സാമ്പിൾ HDFC ബാങ്കിൻ്റെ ഒരു ലോട്ട് സൈസ് എനിക്ക് തോന്നുന്നു 550 ആണ്. 550 ക്വാണ്ടിറ്റി ആയിട്ട് HDFC കിട്ടുള്ളൂ. 2, 3, 5 ആയിട്ട് ഓപ്ഷനിൽ മേടിക്കാൻ പറ്റില്ല. ഒരു ബണ്ടിൽ ഓഫ് ഇതായിട്ട് പറ്റുള്ളൂ. അത് HDFC ബാങ്കിൻ്റെ 550 ആണ്. അങ്ങനെ 550 HDFC ബാങ്ക് 1,539 രൂപയ്ക്ക് മേടിക്കാൻ എത്ര രൂപ വേണം നോക്കി? 8,46,000 രൂപ വേണം. 8.5 ലക്ഷം രൂപ ഉണ്ടെങ്കിലാണ് HDFC ബാങ്ക് നമുക്ക് ഈ പറയുന്ന 550 ക്വാണ്ടിറ്റി ലോട്ട് മേടിക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഓപ്ഷൻ താഴെ എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുൾ ക്യാഷ് കൊടുത്ത് സ്ഥലം മേടിക്കുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവടം. ഇവിടെ HDFC ബാങ്ക് 8.5 ലക്ഷം രൂപയും കൊടുത്ത് നമുക്ക് മേടിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫ്യൂച്ചർ മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ടോക്കൺ, ജസ്റ്റ് ടോക്കൺ കൊടുക്കുന്ന ബിസിനസ്സുകാർ ജസ്റ്റ് 10 ലക്ഷം രൂപയ്ക്ക് സ്ഥലത്തിന് 1000 രൂപ ടോക്കൺ കൊടുത്തുകൊണ്ട് പോയി അന്ന് തന്നെ ഒരാൾക്ക് 11 ലക്ഷം രൂപയ്ക്ക് കൊടുത്ത് 1000 രൂപ കൊണ്ട് 1 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ HDFC ബാങ്കിൻ്റെ ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. HDFC ബാങ്ക് നവംബർ 1600 CE. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും കേട്ടോ. ഒന്നും പഠിക്കേണ്ട. ഈ സീരീസ് മുന്നോട്ട് പോകുമ്പം 1 to end എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത് HDFC ബാങ്കിൻ്റെ ഒരു ഓപ്ഷനാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ 10 ലക്ഷം രൂപയുടെ സ്ഥലം ടോക്കൺ 1000 കൊടുക്കുന്നത് പോലെ ഒരു ഓപ്ഷൻ HDFC ബാങ്കിൻ്റെ 1600 CE. ഇത് മേടിക്കാൻ എത്ര രൂപ നോക്കാം. കണ്ടില്ലേ, ഇത് മേടിച്ചപ്പോൾ ഡിഫോൾട്ടായിട്ട് 550 ക്വാണ്ടിറ്റി എന്ന് വന്നു. 550 ക്വാണ്ടിറ്റി, അതിൻ്റെ ഇപ്പോഴത്തെ വില നോക്കി 4.35 ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായി കാണും. 1,539 രൂപയുണ്ട് ഒരു HDFC ബാങ്കിൻ്റെ സ്റ്റോക്കിന്. അതിൻ്റെ ഓപ്ഷൻ എത്ര രൂപയ്ക്ക് കിട്ടി? 4.35. ഏകദേശം എത്ര രൂപ മതി? 2,392 രൂപ മതി. വെറും 2,300 രൂപയ്ക്ക് നമ്മൾ എത്ര രൂപയുടെ സാധനം മേടിച്ചവിടെ മേടിക്കാൻ പോകുന്നത് എത്രയാ? 8.5 ലക്ഷം രൂപയുടെ HDFC ബാങ്കിൻ്റെ സ്റ്റോക്കാണ് 2,300 രൂപയ്ക്ക് മേടിക്കാൻ പോകുന്നത്. ഇതൻ ഈ 8.5 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വില കൂടുമ്പോൾ കിട്ടുന്ന ഏകദേശം അത്രയും ലാഭം തന്നെ ഈ 2,300 രൂപയ്ക്കും ഉണ്ടാവും. അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. എത്ര രൂപ കിട്ടും എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ ഈ സീരീസിൽ പഠിപ്പിക്കുന്നതായിരിക്കും. തൽക്കാലം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം. ഇതുകൊണ്ടാണ് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന എല്ലാവരും ഓപ്ഷൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും എക്സാമ്പിൾ വേണ്ട ആവശ്യമില്ല അല്ലേ. 8.5 ലക്ഷം രൂപയുടെ HDFC ബാങ്ക് നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടി? 2,500 കിട്ടി. ഈ 2,500 മാത്രമല്ല കേട്ടോ, പല വിലക്കുണ്ട്. ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. സോ എന്തിനൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഓൾമോസ്റ്റ് എല്ലാ സ്ക്രിപ്റ്റിനും ഓപ്ഷൻ ഉണ്ട്. സ്റ്റോക്കിനുണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടതാണ് HDFC ബാങ്ക്. ഇതുപോലെ ഇൻഡെക്സിൽ ഓപ്ഷൻ ചെയ്യാം. ഓപ്ഷൻ്റെ മറ്റൊരു അതിഗംഭീരമായിട്ടുള്ള പ്രത്യേകതയാണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി പോലുള്ള ഇൻഡെക്സുകളിൽ ഓപ്ഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതിപ്പോൾ എന്തൊരു പറയാനുള്ള അത് വ്യത്യാസമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവർക്ക് അറിയാം. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമുക്ക് ഡയറക്റ്റ് സ്റ്റോക്ക് പോലെ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HDFC ബാങ്ക് നമുക്ക് 1,500 രൂപ കയ്യിലുണ്ടെങ്കിൽ എനിക്കത് മേടിക്കാം. പക്ഷേ അതുപോലെ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ ഒന്നും സാധാരണ ഒരാൾക്കും മേടിക്കാൻ പറ്റില്ല. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും രണ്ട് രീതിയിലേ മേടിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ്? ഒന്നുകിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ മേടിക്കാം, അതല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഓപ്ഷൻ മേടിക്കാം. ഓപ്ഷനിലൂടെ മാത്രമേ നിഫ്റ്റി മേടിക്കാൻ പറ്റുള്ളൂ. സോ എന്തിനൊക്കെയുണ്ട്? ഇൻഡെക്സ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം? ഓപ്ഷൻ ഉപയോഗിക്കാം. സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ എന്തിനുണ്ട്? കമോഡിറ്റിക്ക് ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ കമോഡിറ്റി സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ഒരു വീഡിയോ ആയിട്ടുള്ളൂ. അതിലും കമോഡിറ്റി ഓപ്ഷൻ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എല്ലാ കമോഡിറ്റിക്കും ഓപ്ഷൻ ഇല്ല. ക്രൂഡ് ഓയിൽ, ഗോൾഡ്, അങ്ങനെ കുറച്ച് കമോഡിറ്റിക്കാണ് ഓപ്ഷൻ ഉള്ളൂ. നാച്ചുറൽ ഗ്യാസിന് ഇപ്പോൾ ഇത് ഓപ്ഷൻ അവൈലബിൾ ആയുള്ള. അതുപോലെ തന്നെ സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാ സ്റ്റോക്കിനും ഓപ്ഷൻ ഇല്ല കേട്ടോ. ചിലവർ അത് ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോ സ്റ്റോക്ക് ഇടുമ്പോൾ സാർ ഇതിൻ്റെ ഓപ്ഷൻ കാണുന്നുള്ളതെന്ന് ചോദിക്കാറുണ്ട്. സോ ഇത് മനസ്സിലാക്കുക, എല്ലാ സ്റ്റോക്കിനും ഓപ്ഷൻ ഇല്ല. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പനികൾക്കാണ് ഓപ്ഷൻ ഉള്ളൂ. ഡെറിവേറ്റീവ്സ് ഉള്ള, ദാറ്റ് മീൻസ് ഓപ്ഷൻ ഉള്ള ഒത്തിരി സ്റ്റോക്കുകൾ ലിസ്റ്റൊക്കെ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. സോ ഞാൻ പറഞ്ഞതാണ് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്. സ്റ്റോക്കിനുണ്ട്, ഇൻഡെക്സിൽ ഓപ്ഷൻ ചെയ്യാം, കമോഡിറ്റി ചെയ്യാം,
പിന്നെ ഫോറക്സ് ഉണ്ട്. ഫോറക്സ് എന്ന് വെച്ചാൽ കറൻസി, ഇന്ത്യൻ റുപ്പി വേഴ്സസ് US ഡോളർ അല്ലെങ്കിൽ യൂറോ, ഇത്തരം കറൻസികളുടെ ഫ്ലക്ച്വേഷനിലും നമുക്ക് ഓപ്ഷൻ ചെയ്ത് കാശുണ്ടാക്കാം. പിന്നെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ തുടങ്ങിയ ക്രിപ്റ്റോനും ഓപ്ഷൻ ഉണ്ട്. ക്രിപ്റ്റോ കറൻസിയിലും നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റും. സോ ഇത്തരം കാര്യങ്ങളിലാണ് നമുക്ക് ഡെറിവേറ്റീവ്സ് പോസിബിൾ ആയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ ഓപ്ഷൻസ് എന്തിലൊക്കെ? സ്റ്റോക്ക്, ഇൻഡെക്സ്, കമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, ഈ പറയുന്ന നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ സാധനത്തിലും ഓപ്ഷൻ ചെയ്യാം. അതൊരു സന്തോഷകരമായ ന്യൂസ് ആണല്ലേ. സോ ഈ സാധനങ്ങളെയാണ് നമ്മൾ ഓപ്ഷൻ്റെ അണ്ടർലൈൻ അസറ്റ് അല്ലെങ്കിൽ അണ്ടർലൈൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. സോ ഏതൊക്കെയാണ് അണ്ടർലൈൻ ഇൻസ്ട്രുമെന്റ്? സ്റ്റോക്കിലാണ് നമ്മൾ ഓപ്ഷൻ ചെയ്യണമെങ്കിൽ സ്റ്റോക്കാണ് അതിൻ്റെ അണ്ടർലൈൻ ഇൻസ്ട്രുമെന്റ്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയാണ് അതിൻ്റെ അണ്ടർലൈൻ ഇൻസ്ട്രുമെന്റ്. കമോഡിറ്റി ആണെങ്കിൽ കമോഡിറ്റിയാണ് അതിൻ്റെ അണ്ടർലൈൻ അസറ്റ്. അപ്പോൾ ഈ പറയുന്ന ഏത് സെക്ഷനിലാണോ നമ്മൾ ഓപ്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ക്രിപ്റ്റ് ആണ് അല്ലെങ്കിൽ ആ അസറ്റാണ് അതിൻ്റെ അണ്ടർലൈൻ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ അണ്ടർലൈൻ അസറ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ HDFC ബാങ്കിൻ്റെ കേസ് എടുത്തപ്പം HDFC ബാങ്കാണ് അതിൻ്റെ അണ്ടർലൈൻ അസറ്റ്. സോ അതുകൊണ്ട് തന്നെ HDFC ബാങ്ക് നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ഒരു ട്രേഡർ അവരുടെ സ്ട്രാറ്റജിയും അതിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ഒക്കെ പ്ലാൻ ചെയ്യേണ്ടത് അണ്ടർലൈൻ ഇൻസ്ട്രുമെന്റിന്റെ, അതായത് അണ്ടർലൈൻ അസറ്റിന്റെ ചാർട്ടിലാണ്. ഒന്നൊരു എക്സാമ്പിളായി പറഞ്ഞാൽ നിഫ്റ്റിയുടെ ഓപ്ഷൻ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷനാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയും ടെക്നിക്കൽ അനാലിസിസും ഒക്കെ പ്ലാൻ ചെയ്യേണ്ടത് ഏത് ചാർട്ടിലാണ്? നിഫ്റ്റിയുടെയോ ബാങ്ക് നിഫ്റ്റിയുടെയോ ചാർട്ടിലാണ്. മനസ്സിലായല്ലോ. സോ ഒരിക്കലും പ്രീമിയത്തിന്റെ ചാർട്ടിൽ പോയി ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേണോ പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററോ ഉപയോഗിച്ച് അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. അനാലിസിസ് മൊത്തം നമ്മൾ എന്തിൽ ചെയ്യണം? നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോ, സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്കിന്റെ ചാർട്ടിലോ വേണം ചെയ്യാൻ. എന്തിനാന്നൊക്കെ ഉള്ളത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പോൾ നമ്മൾ പഴയ വീഡിയോസ് നമ്മൾ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്ന OHOL സ്ട്രാറ്റജി, ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ, ഓപ്പണിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് സീരീസ് വീഡിയോ അത് ഓൾറെഡി 8 ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞു. ആ വീഡിയോസിലൊക്കെ പലപ്പോഴും നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് എങ്ങനെ ടെക്നിക്കൽ അനാലിസിസ് ഓപ്ഷനിൽ ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്ത് സ്ട്രാറ്റജികൾ നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പം അതിന്റെ അണ്ടർലൈൻ അസറ്റിന്റെ ചാർട്ടിൽ. അത് പല ബിഗിനേഴ്സും ചെയ്യുന്ന ഒരു തെറ്റാണ്. ഓപ്ഷൻ ചെയ്യുന്ന ഇതെല്ലാം റിയൽ ട്രേഡർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാട്ടോ. മിക്ക ഓപ്ഷൻ പഠിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകളിലൊന്നും ഇത്തരം റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പം ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മളെപ്പോഴും നമ്മുടെ അനാലിസിസ് മൊത്തം ചെയ്യേണ്ടത് അണ്ടർലൈൻ അസറ്റിന്റെ ചാർട്ടാണ്. പ്രീമിയം ചാർട്ട് ജസ്റ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാം. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വരെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കേണ്ടത് അണ്ടർലൈൻ അസറ്റിലാണ്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നമുക്ക് വേണമെങ്കിൽ. സോ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് HDFC ബാങ്കിന്റെ ചാർട്ട്. നോക്കുമ്പോൾ നമുക്ക് നോക്കി അറിയാം അതിന്റെ പ്രൈസ് 1498. താഴെ അതിന്റെ ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. HDFC ബാങ്ക് ഡിസംബർ 1600 CE, അതിന്റെ വില 9 രൂപ 10 പൈസയാണ്. സോ ഈ രണ്ട് ചാർട്ടുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ നമ്മൾ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യേണ്ടത് HDFC ബാങ്കിന്റെ ചാർട്ടിലാണ്. കണ്ടില്ലേ, ഇവിടെ HDFC ബാങ്കിന്റെ ചാർട്ടിൽ 30 മിനിറ്റ്സിന്റെ ഒരു ടൈം ഫ്രെയിമിൽ നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞൊരു പാറ്റേൺ കാണാൻ പറ്റും അല്ലേ. ഇത് ടെക്നിക്കൽ അനാലിസിസ് മാത്രമായിട്ട് പറയണേ, ഒരു ബൈ സംഭവം ഒന്നുമല്ല. ഒരു ഡൗൺഫോൾ, താഴേക്ക് ഒരു ഡൗൺഫോൾ വന്ന് അതിനുശേഷം ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ഫോം ചെയ്ത് ഇനി എന്ത് സംഭവിക്കാം? ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതാണ് ചാർട്ട് അനാലിസിസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഏകദേശം ഈ സോണിൽ വെച്ച് നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈ ചെയ്യാം എന്നുള്ളൊരു അനാലിസിസ് ആണ് ഇവിടെ പഠിക്കുന്നത് വെച്ചു. സോ നമ്മൾ ഈ ചാർട്ടിന്റെ ഈ അനാലിസിസ് ഒക്കെ പ്ലാൻ ചെയ്യേണ്ടത് HDFC ബാങ്കിന്റെ ചാർട്ടിലാണ്, പ്രീമിയത്തിന്റെ ചാർട്ടിൽ പോയിട്ടല്ല. എന്നിട്ട് നമ്മൾ എന്ത് വേണം? ഇവിടെ നമ്മളൊരു ലോങ് പൊസിഷൻ എടുത്ത് വയ്ക്കുക. അപ്പോൾ മുകളിലേക്ക് ട്രെൻഡ് റിവേഴ്സൽ വരുമ്പോൾ ഒരു ലോങ് പൊസിഷൻ ഇതുപോലെ ഇവിടെ വെച്ചാണ് നമ്മൾ ഈ അനാലിസിസ് പ്രകാരം ബൈ ചെയ്യേണ്ടത്. അതിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം നമ്മൾ പഠിച്ചിരിക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ പോയി പഠിക്കുക. ടെക്നിക്കൽ അനാലിസിസ് സീരീസിന്റെ ചാപ്റ്റർ 6 എന്താണെന്ന് തോന്നുന്നു. നമ്മൾ ചാർട്ട് പാർട്ടിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം നമ്മൾ ലൈവ് ചാർട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ തൂക്കിയിടാവുന്ന ചാർട്ടുകൾ വരെ അതിലുണ്ടാക്കി തന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും റിയലിസ്റ്റിക് ട്രേഡറാണ്, കഥ മാത്രം പറയുന്ന ആളല്ല. ഒരു ട്രേഡർ ഇത് കാണണം എന്ന് പറഞ്ഞ് ഒരു കലണ്ടർ രൂപത്തിൽ ചാർട്ട് പാറ്റേണൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് നമ്മൾ ഷെയർ ചെയ്താണ്. ഒരു 500 പേര് അത് മേടിച്ചിട്ടുണ്ട് നമ്മുടെ നിന്ന്. ഓക്കെ, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ചാർട്ട് പാറ്റേണിൽ ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ പ്രകാരം ഇവിടെയാണ് അതിന്റെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. ദാറ്റ് മീൻസ് അതിന് അഗേൻസ്റ്റ് എത്ര രൂപ നമുക്ക് ടാർഗറ്റ് എടുക്കാം? ഇതൊരു സ്വിംഗ് ട്രേഡ് ആട്ടോ, കാരണം 30 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമാണ്. അതിന് അഗെയിൻസ്റ്റ് നമ്മൾ ഒരു 1:1.5 അല്ലെങ്കിൽ 1:2 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ഏകദേശം 29 പോയിന്റ് സ്റ്റോപ്പ് ലോസും ഒരു 46 പോയിന്റ് ടാർഗറ്റും. ഇവിടെയാണ് നിങ്ങൾ ടാർഗറ്റ് ഫേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അതിന് തൊട്ട് താഴെ ഓപ്ഷന്റെ വില നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ HDFC ബാങ്കിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കണം. എപ്പോൾ ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് പോകുന്നോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതൊരു കാശ് കൊടുത്ത് HDFC ബാങ്ക് മേടിക്കാം, നമ്മൾ ആ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് പോലെ. അതല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ബൈ ചെയ്യാം? HDFC ബാങ്കിന്റെ ഏത് സ്ട്രൈക്ക് പ്രൈസ് വേണമെങ്കിലും. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഏകദേശം എത്ര രൂപ എന്നതാണ്? 9 രൂപ. അത് മേടിക്കാൻ 5000 രൂപ മതി. HDFC ബാങ്ക് ഡിസംബർ 1600 കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ നമുക്ക് 5000 രൂപ മതി. അതിന്റെ ചാർട്ടിലേക്ക് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ബ്രേക്ക് ചെയ്യുമ്പം ആ സാധനങ്ങൾ മേടിക്കുക. ഈ സ്റ്റോപ്പ് ലോസ് എത്താൻ വേണ്ടി HDFC ബാങ്കിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക.
എപ്പോഴും ഓപ്ഷൻ ചെയ്യുമ്പോൾ മറ്റൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. എന്തായാലും നമ്മൾ റിയൽ ട്രേഡ് ചെയ്യാനാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. എപ്പോഴും 2 ഡിവൈസ്, ഓപ്ഷനിലൊക്കെ എപ്പോഴും 2 ഡിവൈസിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ചാർട്ടൊക്കെ ഓപ്പൺ ചെയ്യാൻ ഇതുപോലെ ലാപ്ടോപ്പോ നിങ്ങളുടെ സിസ്റ്റത്തിലോ ചെയ്യാം. ട്രേഡൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ മൊബൈൽ ആപ്പിലും ട്രേഡ് എടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ മൊബൈൽ പിടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാരണം നമ്മുടെ ആഡ് ചെയ്തിട്ടുണ്ട് HDFC ബാങ്കിന്റെ അതിന്റെ ബൈ പൊസിഷന് വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാൻ പാകത്തിന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ജസ്റ്റ് മാർക്കറ്റിലോ ലിമിറ്റിലോ എങ്ങനെ വേണമെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാം. എപ്പോൾ HDFC ബാങ്ക് ഈ പറയുന്ന സോൺ, അതായത് ഇപ്പോഴത്തെ വില 1498 ഉള്ളൂ. എപ്പോൾ HDFC ബാങ്ക് ഇൻട്രാഡേയിലാണെങ്കിൽ ഞാൻ പ്രശ്നമില്ല കേട്ടോ. ഈ പറയുന്ന പ്രൈസ് സോൺ കവർ ചെയ്ത് മുകളിലേക്ക് പോകുന്നു, അപ്പോൾ ഞാൻ ഈ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഒക്കെ എന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. സോ ഇതാണ് അണ്ടർലൈങ് അസറ്റും അണ്ടർലൈങ് അസറ്റിന്റെ ഇമ്പോർട്ടൻസും. ഇതുകൊണ്ട് വളരെ ഒരു പാഠം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു റിയൽ ട്രേഡർക്ക് അത്യാവശ്യം വേണ്ട, എന്നാൽ അധികം ആരും പറഞ്ഞു തരാത്ത ഒരു വലിയ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ട്രാറ്റജികൾ, ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യേണ്ടത് അണ്ടർലൈങ് അസറ്റിന്റെ ചാർട്ടിലാണ്. നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ടിൽ, ക്രൂഡ് ഓയിലിന്റെ ഓപ്ഷൻ ചെയ്യെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ ചാർട്ടിൽ, ഫോറക്സ് ആണ് ചെയ്യണമെങ്കിൽ ഫോറക്സിന്റെ, ക്രിപ്റ്റോ ആണ്, ഇപ്പോൾ ബിറ്റ് കോയിനിലാണ് നമ്മൾ ഓപ്ഷൻ ചെയ്യണമെങ്കിൽ ബിറ്റ് കോയിന്റെ ചാർട്ടിൽ വേണം സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യാൻ. ഒപ്പം ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇതിൽ തന്നെ വയ്ക്കുന്നത് നല്ലത്. വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ പ്രീമിയം ചാർട്ടിലും വയ്ക്കാം. ഒരു പ്രൈസ് ലെവൽ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഒപ്പം ഏറ്റവും നല്ലത് ഇതുപോലെ വാച്ച് ചെയ്യുന്നതാണ്. ഒരു ഏറ്റവും എക്സ്പേർട്ട് ട്രേഡർമാർ ഇതാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഇതുപോലെ സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കി കാണാം നിങ്ങൾക്ക് അല്ലേ. ഈ മുകളിൽ ഈ ഒരു കോളം തന്നിട്ടുണ്ട്, സെറോദിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാത്തിലും ഈ ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കാം. അതിനുശേഷം പാരലായിട്ടോ അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ടോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്തിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് തരാം? പ്രീമിയത്തിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് കിട്ടും. ഇത് രണ്ടും തമ്മിലൊരു കമ്പാരിസൺ കിട്ടും. ഇങ്ങനെയാണ് HDFC ബാങ്കിന്റെ ചാർട്ട് മൂവ് ചെയ്യുന്നത്, ഇങ്ങനെ പ്രീമിയം. അപ്പോൾ ഏകദേശം പ്രൈസ് കിട്ടും. എന്നിട്ട് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഈ 2 വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടതും ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ പ്ലാൻ ചെയ്യേണ്ടത് എപ്പോഴും അണ്ടർലൈങ് അസറ്റിന്റെ ചാർട്ടിലാണ്. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഓപ്ഷന്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഓപ്ഷൻ കണ്ടുപിടിച്ചത്? നമുക്ക് ഡയറക്റ്റ് സ്റ്റോക്കൊക്കെ മേടിച്ചാൽ പോരെ. അപ്പോൾ ഒരു ഉപയോഗം കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. എന്താണ്? സാധാരണക്കാർക്ക്, അത്ര കാശില്ലാത്തവർക്കും ട്രേഡ് ചെയ്യണം, 10 ലക്ഷം രൂപ ഇല്ലാത്തവനും ട്രേഡ് ചെയ്യണം, കുറച്ച് ലാഭം കിട്ടണം. അതുകൊണ്ട് തന്നെ ചെറിയ ക്യാപിറ്റലുള്ള ഇത്തരം റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്ട്രുമെന്റ്. അതിനൊന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയാം. കാരണം ഇതൊരു റിയൽ കച്ചവടമല്ല. ഓപ്ഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റോക്കോ അല്ലെങ്കിൽ കമോഡിറ്റിയോ ഒന്നും മേടിക്കുന്നില്ല. എന്തേ ചെയ്യുന്നുള്ളൂ? ഒരു സ്പെക്കുലേറ്റീവ് മോഡൽ ബിസിനസ്, അതായത് ഒരു ഊഹ കച്ചവടമാണ്. ഞാൻ കരുതുന്നു ഇത് ഇന്ന് സംഭവിക്കും എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എങ്കിലും എന്തിനാണ് ഓപ്ഷൻ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു തന്നു മാത്രം. ഒന്നാമത്തെ പ്രധാന യൂസ് അത് തന്നെയാണ്. എന്തിനു വേണ്ടി? ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കാൻ നമുക്ക് ഓപ്ഷൻ ഉപയോഗിക്കാം. രണ്ടാമതൊരു മെയിൻ ഉപയോഗം, ഓപ്ഷൻ കണ്ടുപിടിച്ച മറ്റൊരു മെയിൻ ഉപയോഗമാണ് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉപയോഗിക്കാം. ഹെഡ്ജിങ്ങിനെ പറ്റി നമ്മൾ ഓപ്ഷൻ സീരീസ് കഴിഞ്ഞ് അടുത്ത ഹെഡ്ജിങ് സീരീസ് വീഡിയോ തുടങ്ങുന്നുണ്ട്. ഒരു വലിയ ടോപ്പിക്കാണ്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. തൽക്കാലം മനസ്സിലാക്കുക. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യാപിറ്റലൊക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് അവൻ്റെ ലോസിനെ ലിമിറ്റ് ചെയ്യാൻ, വലിയ ലോസുകളിലേക്ക് പോകാതെ അവൻ്റെ ലോസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് HDFC ബാങ്ക് ക്യാഷ് കൊടുത്ത് മേടിച്ച് വെച്ചേക്കാണ്. ഈ വരുന്ന ശനിയും ഞായറും ഒരു വീക്കെൻഡാണ് വരാൻ പോകുന്നത്. വീക്കെൻഡിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലെ. വീക്കെൻഡ് റിസ്ക് ഭയങ്കര കൂടുതലാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ബാങ്കുകൾ, ചൈനയുടെയൊക്കെ ന്യൂസ് നമ്മൾ കേട്ടതാണ്. ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം പൊട്ടാൻ പോയപ്പം ബാങ്കുകളുടെ സ്ഥിതിയൊക്കെ മോശമായി. അങ്ങനെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്നും പേടിയിലായിരുന്നു. അതുപോലെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെയും ഫിനാൻഷ്യൽ ഫീൽഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഈ HDFC ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളിലേക്ക് വില താഴേക്ക് പോകും. അപ്പോൾ ശനിയും ഞായറുമാണ് എന്ത് സംഭവിക്കാം. സോ അത്തരം പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്, എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, എന്നാൽ ഞാൻ ഓൾറെഡി മേടിച്ച് പൊസിഷൻ അല്പം ഇതിൽ നിൽക്കുവാണ്, എനിക്ക് ക്ലോസ് ചെയ്യാനും പറ്റില്ല, 10-15 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് എൻ്റെ അടുത്തുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ശനിയും ഞായറിലെ ഓവർനൈറ്റ് റിസ്കുകൾ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓപ്ഷൻ ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുട്ട് ഓപ്ഷൻ, HDFC ബാങ്കിന്റെ ഏതെങ്കിലും ഒരു പുട്ട് ഓപ്ഷൻ മേടിച്ചു വെക്കാം, അതല്ലെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് വെക്കാം. എന്താണെന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കാം. നല്ല ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് അവൻ്റെ ലോസിനെ കൺട്രോൾ ചെയ്യിക്കാൻ, ഈ പറയുന്ന ഓവർനൈറ്റ് റിസ്കുകൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന വലിയ ഫോളുകളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യിക്കാൻ ഹെഡ്ജ് ചെയ്തിടാൻ പറ്റും അവൻ്റെ പൊസിഷൻ. അതായത് 10 ലക്ഷം രൂപയുടെ HDFCയുടെ സ്റ്റോക്ക് മേടിച്ച ക്യാഷ് പൊസിഷനെ നമ്മൾ വെറും 5000-10,000 രൂപയുടെ ഒരു പുട്ട് ഓപ്ഷനും കൊണ്ട്, HDFCയുടെ തന്നെ ഒരു പുട്ട് ഓപ്ഷനും കൊണ്ട് ഹെഡ്ജ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ എന്താ ഗുണം? ആ 10 ലക്ഷം രൂപയിൽ ഉണ്ടാക്കുന്ന ലോസ് നമ്മുടെ ഈ പുട്ട് ഓപ്ഷൻ കവർ ചെയ്ത് തരും. വലിയ നഷ്ടങ്ങളിലേക്ക് പോകില്ല. ഹെഡ്ജിങ് ഒരിക്കലും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരുന്ന രീതിയല്ല, നിങ്ങളുടെ വലിയ നഷ്ടങ്ങളെ ചുരുക്കി നഷ്ടത്തിനെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ഹെഡ്ജിങ്. നല്ല ഫേമസ് ആയ 10-15 ഹെഡ്ജിങ് സ്ട്രാറ്റജികളുണ്ട്. ഒന്നും പേടിക്കേണ്ട, നമ്മുടെ കൂടെ നിന്നാൽ മതി. വരും ദിവസങ്ങളിൽ നമ്മുടെ ഹെഡ്ജിങ് സീരീസ് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഈ 2 കാര്യങ്ങളാണ് ഓപ്ഷന്റെ ഉപയോഗം. ക്ലിയർ ആയല്ലോ? സോ ഇനി നമുക്ക് നമ്മുടെ തിയറി പാർട്ടിലേക്ക് എടുക്കാം. എന്താണ് ഓപ്ഷൻ?
നമ്മൾ എന്താണ് ഓപ്ഷനിൽ നമ്മൾ ചെയ്യുന്നത്, കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഒക്കെ ബൈ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് വരാം. അതും ചാർട്ടിലേക്ക് തന്നെ പോയി പഠിക്കാം. നമുക്ക് ഇതുപോലെ ഒരു ബോർഡിലൊക്കെ എഴുതി ചെയ്യുന്നതിലും പകരം റിയലിസ്റ്റിക് ആയിട്ട് ഒരു ചാർട്ടിൽ പഠിക്കുന്നതാണ്. എനിവേ ഇന്ന് HDFC ബാങ്ക് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ HDFC ബാങ്കിന്റെ ചാർട്ടിലേക്ക് പോകാം. ഇത് HDFC ബാങ്കിന്റെ ചാർട്ടാണ്. നിങ്ങൾക്ക് അറിയാലോ, ചാർട്ട് പോപ്പ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഇതുമ്പോൾ നോക്കി കഴിഞ്ഞാൽ ഫുൾ പേജ് നമുക്ക് ആ ചാർട്ട് കിട്ടും. ഇന്നത്തെ HDFC ബാങ്ക് 5 മിനിറ്റ്സ് ചാർട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഇപ്പോഴത്തെ HDFC ബാങ്ക് മാർക്കറ്റ് ഓൺ ആണ്. സോ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. HDFC ബാങ്കിന്റെ ഇപ്പോഴത്തെ വില 1496 രൂപ. ലൈവ് മാർക്കറ്റാണ് നിൽക്കുന്നത്. 1496 നമ്മുടെ വില. മാർക്കറ്റ് 2 രീതിയിലാണ് മൂവ്മെന്റ് ഉള്ളത്. അല്ല, 3 രീതിയിലുണ്ടല്ലേ. ഒന്ന് ബുള്ളിഷ് മാർക്കറ്റ്, അതായത് മുകളിലേക്ക് HDFC ബാങ്കിന്റെ വില ഇനി മുകളിലേക്ക് പോവാം. അതല്ലെങ്കിലോ HDFC ബാങ്കിന്റെ വില ഇനി താഴേക്ക് പോവാം. മൂന്നാമതൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സൈഡ് വേസ്. വലിയ മുകളിലേക്കും താഴേക്കും അല്ലാതെ ഇങ്ങനെ ഈ ഒരു 1500 1600 ഇടയ്ക്ക് കിടന്ന് ഇങ്ങനെ സൈഡ് വേസ് മൂവ് ചെയ്യാം. നമ്മൾ പ്രൈസ് ആക്ഷൻ വീഡിയോ, നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് സീരീസിന്റെ 2ാമത്തെ ചാപ്റ്റർ പ്രൈസ് ആക്ഷൻ വീഡിയോയിൽ ഈ പറയുന്ന അനാലിസിസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത്, ഇതൊക്കെ എടുത്ത് കാണുക. കാരണം നമ്മൾ ഓൾറെഡി വലിയ കാര്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം കാശ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഷോർട്ട് കട്ടുകളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. സോ പ്രൈസ് ആക്ഷൻ പറയുന്നത് മാർക്കറ്റിന് 3 തരം മൂവ്മെന്റ് ഉണ്ട്. ഒന്ന് അപ്പ് മൂവ്മെന്റ്, ഒന്ന് ഡൗൺ മൂവ്മെന്റ്, ഒന്ന് സൈഡ് വേസ് മൂവ്മെന്റ്. അപ്പ് മൂവ്മെന്റ് നമ്മൾ ബുള്ളിഷ് മൂവ് എന്ന് പറയും, ബുൾ. താഴേക്കുള്ളതിനെ ബെയറിഷ് മൂവ് എന്ന് പറയും. സൈഡ് വേസ് മാർക്കറ്റിനെ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ നിന്നും സൈഡ് വേസിനൊക്കെ എക്സ്പീരിയൻസ്ഡ് ട്രേഡർമാർ പറയും. സോ ഇപ്പം HDFC ബാങ്ക് നിൽക്കുന്നത് കുറേ റെഡ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത്, താഴേക്കാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതൊന്നും അനലൈസ് ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല. ആസ് എ ട്രേഡർ ഈ പേജ് എടുക്കുമ്പോൾ HDFC ബാങ്കിന്റെ ചാർട്ട് എടുക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ഗസ് ചെയ്യണേ. എന്താ, ഒന്നുകിൽ HDFC ബാങ്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകാം, അതല്ലെങ്കിൽ HDFC ബാങ്ക് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് പോകാം, അതല്ലെങ്കിൽ എന്ത് പറ്റും, സൈഡ് വേസ് പോകാം. ആ സൈഡ് വേസ് പോണത് അവിടെ നിൽക്കട്ടെ, മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് ഗസ് ചെയ്യുന്നു. ഓപ്ഷൻ സീരീസിന് 1ാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും പറയുവാണ്, ഓപ്ഷനും ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺട്രാക്ട് അഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. കോൺട്രാക്ട് ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്ടിനുള്ളിൽ ഒരു കാര്യം വേണമല്ലോ. എന്തായിരിക്കും? സ്ഥലക്കച്ചവടം തന്നെ ആലോചിക്കുക. എങ്ങനെ കോൺട്രാക്ട് ഉണ്ടാക്കുന്നത്, അഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്? ഞാൻ ഇത്ര രൂപയ്ക്ക് ഇത്ര സെന്റ് സ്ഥലം ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ നിന്ന് മേടിച്ചോളാം, അതിനുവേണ്ടി ഒരു ടോക്കൺ എമൗണ്ട് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് നിങ്ങൾക്ക് ഇത്ര രൂപ തരുന്നു. അതാണല്ലോ അഗ്രിമെന്റ്. സോ ഈ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഓപ്ഷനിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ HDFC ബാങ്കിന്റെ ഇപ്പോഴത്തെ വില 1597 ആണ്. ഞാൻ പറയുവാണ്, ഇത്ര ദിവസത്തിനുള്ളിൽ, അതായത് ഒരു 30 ദിവസം, മാസമാണ് എടുക്കുക. ഇപ്പൊ ഡിസംബർ ആണ്, ജനുവരി ഇന്ന ദിവസത്തിനുള്ളിൽ HDFC ബാങ്ക് ഇപ്പൊ 1400 നിൽക്കുന്നത് 1600 എത്തും എന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നു. അത് ഒരു ബയ്യറും ഒരു സെല്ലറും. എപ്പോഴും 2 പാർട്ടി വേണമല്ലോ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാനായിട്ട്. ഇവിടെ 2 പാർട്ടികളാണ്, നമ്മുടെ ബയ്യറും സെല്ലറും. അപ്പോൾ ഒരു ബയ്യർ പറയുകയാണ് എന്താണ്, HDFC ബാങ്ക് ഇപ്പം 1500 ആണ്, 1600 എത്തുമ്പോൾ ഞാൻ ബൈ ചെയ്തോളാം എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു കോൺട്രാക്ട്. ഒരു സെല്ലർ അവിടെ ഇരുന്ന് പറയും, അങ്ങനെയാണെങ്കിൽ 1600 HDFC ബാങ്ക് അവിടെ എത്തില്ല, സെല്ലറുടെ ഒരു നിഗമനം താഴേക്ക് പോകുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ സെല്ലർ പറയുന്നു, ഇതവിടെ എത്തില്ല, അങ്ങനെ എത്താണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ സാധനം സെല്ല് ചെയ്തോളാം എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു കോൺട്രാക്ട് ആണ് ഓപ്ഷൻ. സോ ഈ കോൺട്രാക്റ്റിന് അപ്പം ഫുൾ HDFC ബാങ്ക്, അത് ഞാൻ പറഞ്ഞു, ഒരു ലോട്ടായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 1 or 2 HDFC ബാങ്ക് സെല്ലർ ബയ്യർക്ക് കൊടുക്കാമെന്നല്ല പറയുന്നത്, അതൊരു ലോട്ടായിട്ടേ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. F&O സീരീസിന്റെ 1ാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. HDFC ബാങ്കിന്റെ ലോട്ടും നമ്മൾ കണ്ടതാണ്, 550 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ പറയുന്നത് എന്താണ്, സോ ബയ്യർ പറയുവാണ്, ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ, ആ ഡേറ്റ് ഒക്കെ നമ്മൾ എക്സ്പയർ ചെയ്യാണ്, അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. HDFC ബാങ്ക് 1600 എത്തും. 1600 എത്താണെങ്കിൽ ഞാൻ ഇത്ര ക്വാണ്ടിറ്റി, എത്ര എണ്ണം, 550 ക്വാണ്ടിറ്റി മേടിച്ചോളാം എന്നും സെല്ലർ പറയുന്നു. അങ്ങനെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം ഞാൻ വിറ്റോളാം എന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ആണ് ചെയ്യുന്നത്. ഇതാണ് ഓപ്ഷനിൽ ചെയ്യുന്ന കാര്യം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എങ്കിലും ഈ തിയറി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ നെഗറ്റീവ് സംഭവിക്കാം. എന്ത് സംഭവിക്കാം? ഒരു ബയർ എന്ന് പറയുന്നു, HDFC ബാങ്ക് 1500 ആണ് ഇപ്പോഴത്തെ വില, അത് താഴേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ 1400 എത്തുമ്പം ഞാൻ മേടിച്ചോളാം എന്ന് പറയുന്നു. ഒരു സെല്ലർ അവിടെ എന്ന് പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ വിറ്റോളാം എന്ന് പറയുന്നു. സോ അവരും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാക്കി. അപ്പോൾ 2 തരം കോൺട്രാക്റ്റുകൾ ഉണ്ടാവണം. എന്തൊക്കെ? ഒരു ബയ്യറും ഒരു സെല്ലറും കൂടി മുകളിലേക്ക് പോകുന്നു പറഞ്ഞൊരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നു, ഒരു ബയ്യറും ഒരു സെല്ലറും കൂടി താഴേക്ക് വരുന്നു എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് ഉണ്ടാകുന്നു. ഈ കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ എന്ന് പറയുക. സോ വീണ്ടും ചാർട്ടിലേക്ക് പോകാം. അതായത് ഇപ്പോഴത്തെ HDFC ബാങ്കിന്റെ വില എത്രയാണ്? 1500 രൂപയാണ്. ഓക്കെ, സോ ഇവിടെ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ HDFC ബാങ്ക് ഇങ്ങനെ മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ HDFC ബാങ്ക് നേരത്തെ പറഞ്ഞ പോലെ താഴേക്ക് വരാം. അതായത് 1500 നിന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് 1600 എത്തും എന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു ബയ്യറും സെല്ലറും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നു. നേരെ തിരിച്ച് സംഭവിക്കാം. കുറച്ച് ദിവസത്തിനുള്ളിൽ HDFC ബാങ്ക് 1500 നിന്ന് 1400 പോകുന്നു എന്ന് പറഞ്ഞൊരു ബയ്യറും സെല്ലറും ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നു. മനസ്സിലായല്ലോ? ഇതാണ് ഓപ്ഷനിൽ സംഭവിക്കുന്നത്. ഈ കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ ഈ 1500 എന്ന് പറയുന്നതാണ്
HDFC ബാങ്കിന്റെ ഈ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം സ്പോട്ട് പ്രൈസ് എന്ന് വെച്ചാൽ നിലവിലെ വില. ഈ പറയുന്ന കുറച്ച് ടേംസുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ പറഞ്ഞപ്പോഴും നമ്മൾ ടേംസ് പറഞ്ഞതാണ്, ഫ്യൂച്ചറിന്റെ ചാപ്റ്റർ പറഞ്ഞപ്പോൾ. എങ്കിലും ഒന്നുകൂടി പറയാം, HDFC ബാങ്ക് ഇപ്പോഴത്തെ വില എന്താണോ അതിനെയാണ് ഓപ്ഷനിലെ സ്പോട്ട് പ്രൈസ് എന്ന് പറയുക. അതായത് സ്പോട്ട് പ്രൈസ്, SPOT, സ്പോട്ട്. മനസ്സിലായല്ലോ? സോ ഇപ്പോൾ HDFC ബാങ്കിന്റെ കേസിൽ സ്പോട്ട് പ്രൈസ് എത്രയാണ്? 1500 ആണ് സ്പോട്ട് പ്രൈസ്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ 1500 നിൽക്കുന്ന വില 1600 ആവും എന്ന് പറഞ്ഞുണ്ടാക്കുന്ന കോൺട്രാക്റ്റിന്റെ ഈ 1600 ആണ് അവിടുത്തെ സ്ട്രൈക്ക് പ്രൈസ്. ഇതൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടോ ഇല്ലയെന്ന് വിചാരിക്കുന്നു അല്ലേ? നമുക്ക് വാക്കുകൾ ആലോചിച്ച് വെക്കണം. ഒപ്പം ഈ 1400 എന്താണ്? അതും ഒരു സ്ട്രൈക്കാണ്. സോ ഓപ്ഷനിൽ ഈ 2 പ്രൈസുകളാണ് ഉള്ളത്. ഒന്ന് സ്പോട്ട് പ്രൈസ്, അതായത് എന്ത് ഇൻസ്ട്രുമെന്റ് ആണോ, നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി, HDFC ബാങ്ക് ആണ് HDFC ബാങ്ക്, ക്രൂഡ് ഓയിൽ ആണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വില, ലൈവ് എന്താണോ വില, ആ വിലയെയാണ് നമ്മൾ എന്ത് പറയുക? സ്പോട്ട് പ്രൈസ് എന്ന് പറയുക. സ്പോട്ട്, ഇപ്പൊ സ്പോട്ടിലെ വില. ദെൻ ഈ സ്പോട്ടിലെ വിലയിൽ നിന്ന് ഇത്ര രൂപ കൂടും എന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നു, ഇത്ര രൂപ കുറഞ്ഞ് പോകും എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നു. ആ കൂടും എന്ന് പറയുന്ന ആ പ്രൈസാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ HDFC തന്നെ പറഞ്ഞത് 1500 നിന്ന് 1600 കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1500 സ്പോട്ട് പ്രൈസും 1600 ആണ് സ്ട്രൈക്ക് പ്രൈസ്, നമ്മൾ തിരഞ്ഞെടുക്കേണ്ട പ്രൈസ്. അതാണ് നമ്മൾ തൊട്ട് മുമ്പ് ഓപ്ഷൻ ബൈ ചെയ്യാൻ നോക്കിയപ്പം ഇവിടെ മേടിച്ചത്. കണ്ടില്ലേ? HDFC ബാങ്ക് എന്ന് പറഞ്ഞ് സ്റ്റോക്കും ഉണ്ട് താഴെ. HDFC ബാങ്ക് ഡിസംബർ 1600 CE. ഇതിപ്പോൾ നമ്മൾ എഴുതിയത് തന്നെ. ഇതിൽ എക്സ്ട്രാ ഉള്ളത് ഡിസംബർ എന്നൊരു വാക്കാ. അതെന്തായിരിക്കും ഇപ്പോൾ? അതാണ് എക്സ്പയറി. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. സോ ഈ കാണുന്ന പ്രൈസ് ആണ് എന്ത് പറയുക? സ്ട്രൈക്ക് പ്രൈസ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ എങ്ങനെ അടിക്കണം ഓപ്ഷനെ? HDFC ബാങ്ക് 1600 CEP. അതും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. ഇതാണ് ഈ സ്ട്രൈക്കിന്റെ വില. സ്ട്രൈക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ? ഞാൻ ഏത് മേടിക്കണം ഏത് വിൽക്കണം തീരുമാനിക്കേണ്ടത് ഈ സ്ട്രൈക്ക് വെച്ചിട്ടാണ്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അല്പം വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ഈ 1600 1400 മാത്രമാണോ സ്ട്രൈക്ക് ഉള്ളൂ? അല്ല, ഇഷ്ടം പോലെ സ്ട്രൈക്ക് ഉണ്ട്. ഈ കോൺട്രാക്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. അത് ഓൾറെഡി ഒരു ബയ്യറും സെല്ലറും. നമുക്ക് ആകെ ആവശ്യമുള്ളത് എന്താണ്? ഒരു ബയ്യറിനെയും സെല്ലറിനെയാണ്. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ കോൺട്രാക്ട് ഉണ്ടാക്കാം. 1600 ഉണ്ടാക്കാം, 1700 ഉണ്ടാക്കാം. ഇങ്ങനെ റൗണ്ട് ഫിഗർ മാത്രമേ പറ്റുള്ളൂ. അല്ല, അത് ഓരോന്നിനും ഓരോന്ന്. HDFC ബാങ്ക് 20 രൂപ വ്യത്യാസത്തിൽ HDFC ബാങ്കിന് സ്ട്രൈക്ക് ഉണ്ട്. 1600 ഉണ്ട്, 1620, 1640, 60. അങ്ങനെ ഓരോ സ്ട്രൈക്കിനും ഓരോ ടൈപ്പിലാണ്. ഇനി നിഫ്റ്റിയുടെ കേസ് എടുത്താൽ നിഫ്റ്റി 50 പോയിന്റുകളുള്ള സ്ട്രൈക്ക്, 17500 ഒരു സ്ട്രൈക്ക്, 17550 ഒരു സ്ട്രൈക്ക്, 600, 17650, 17700. അങ്ങനെ 50 റുപ്പീസാണ് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 100 രൂപ വെച്ചിട്ടാണ് സ്ട്രൈക്ക് മാറുന്നത്. ബാങ്ക് നിഫ്റ്റി 38,100, 38,200, 38,300 അങ്ങനെയാണ് സ്ട്രൈക്കുകൾ പോവുക. റിയലിസ്റ്റിക് ആയിട്ടും കാണിച്ചു തരാം. നമ്മളെപ്പോഴും റിയലിസ്റ്റിക് ആയിട്ട് പഠിക്കണമല്ലോ. HDFC തന്നെയാണ് 1600 എടുത്തു. ഇനിയും നമ്മൾ HDFC അടിക്കുന്നു. HDFC ബാങ്ക് സ്പേസ് ഇങ്ങനെ തന്നെ അടിച്ചു കൊടുക്കണോ? പലരും ഓപ്ഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയക്കും എനിക്ക്, സാർ ഈ ഇത് കിട്ടുന്നില്ല എന്നുള്ളത്. അത് കിട്ടാത്തതിന്റെ കാരണം സ്പേസ് കറക്റ്റ് ആയിട്ട് ഇടാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ HDFC ബാങ്ക് സ്പേസ് എത്രയാണെന്ന് പറഞ്ഞു? 1600 എടുത്തു. ഇനി എന്താ അടിച്ചു കൊടുക്കണ്ടേ? സ്ട്രൈക്ക് മാത്രം അടിച്ചാൽ മതി. ഡിസംബർ നവംബർ ഒന്നും അടിച്ചു കൊടുക്കണ്ട. ജസ്റ്റ് HDFC സ്റ്റോക്ക് അല്ലെങ്കിൽ ഓപ്ഷൻ അതിന്റെ വില വയ്ക്കുക, അതിന്റെ സ്ട്രൈക്ക് പ്രൈസ് അടിച്ചു കൊടുക്കുക. HDFC 1620. നോക്ക്, 4-4 അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. 1620 ഉണ്ട്, 1620 നമുക്ക് ആഡ് ചെയ്യാം. കോൾ ഓപ്ഷൻ ആട്ടോ അത്. CE അതൊക്കെ എന്താണെന്ന് പഠിക്കാം നമുക്ക്. 1660 ആഡ് ചെയ്തു, 1680 ഉണ്ട്, 1700 ഉണ്ട്. HDFC ബാങ്ക് 1700. പക്ഷേ നോക്കി എത്ര HDFC ബാങ്ക് നോക്കി, ഓരോന്നിനും വില വ്യത്യാസം ഉണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ? മുകളിലേക്ക് പോകും തോറും വില കുറഞ്ഞതായിട്ട് കണ്ടു അല്ലേ? നോക്കി, HDFC ബാങ്ക് 1600 ഇതിന് 9 രൂപയുണ്ട്, 1620 6 രൂപയുള്ളൂ, 1700 നോക്കിയേ 2.70 പൈസയുള്ളൂ. അതൊരു ലോട്ട് മേടിക്കാൻ എത്ര മതി? 1400 മതി. ചേട്ടാ, 8 ലക്ഷം രൂപയുടെ 550 ക്വാണ്ടിറ്റി HDFC ബാങ്ക് 1700 കോൾ ഓപ്ഷൻ മേടിക്കാൻ വെറും 1485 മതി. സോ ഇതാണ് സ്ട്രൈക്ക്. ഇഷ്ടം പോലെ സ്ട്രൈക്ക് അവൈലബിൾ ആണ് ഓരോ സ്റ്റോക്കിനും. റിലയൻസിനും HDFC ബാങ്ക്, ക്രൂഡ് ഓയിൽ, ഇതൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചെടുക്കുക. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും, എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഓൾറെഡി നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പാഠം 1 ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയിൻ ഉൾപ്പെടെ ഓപ്ഷന്റെ ഡീറ്റെയിൽ ഡെപ്തിലേക്ക് കിടക്കുമ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ നമുക്ക് തൽക്കാലം ഇങ്ങനെ അവൈലബിൾ ആണ്. നിങ്ങൾ തന്നെ ഓരോന്ന് അടിച്ച് സെർച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് സ്ട്രൈക്ക് പ്രൈസും സ്പോട്ട് പ്രൈസും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, എക്സ്പയറി. ഇതും ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടേംസ് ആണ്. എക്സ്പയറി നമ്മൾ നേരത്തെ പറഞ്ഞു, ഓപ്ഷൻ എന്താണ്? ഒരു കോൺട്രാക്റ്റ് ആണ്. ഒരു ബയറും സെല്ലറും തമ്മിൽ ഞാൻ ഇത്ര രൂപയ്ക്ക് ഇത്ര സാധനം ഇത്ര ദിവസത്തിനുള്ളിൽ മേടിച്ചോളാം, ആ ദിവസത്തിനുള്ളിൽ, അതാണ് എക്സ്പയറി.
മറ്റ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന പോലെ തോന്നിയ ഡേറ്റിലൊന്നും ഇവിടെ എക്സ്പയറി ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടുത്തെ എക്സ്പയറി എല്ലാ മാസത്തെയും അവസാനത്തെ വ്യാഴാഴ്ചയാണ്. 3 മാസം വരെയുള്ള എക്സ്പയറിയാണ് നമുക്ക് അവൈലബിൾ ഉള്ളൂ. ശരി, ഞാൻ ഇപ്പം ഈ വീഡിയോ പിടിക്കുന്നത് ഡിസംബറിലാണ്. എനിക്ക് ഏതൊക്കെ എക്സ്പയറി ഉണ്ട്? ഈ മാസം ഒരു എക്സ്പയറി ഉണ്ട്, ജനുവരി എക്സ്പയറി ഉണ്ട്, ഫെബ്രുവരി അതുവരെയുള്ളൂ. മാർച്ചിലേക്കൊന്നും എക്സ്പയറി കിട്ടില്ല. സോ തൊട്ടടുത്ത് വരുന്ന 3 മാസങ്ങളിലേക്ക് മാത്രമാണ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, ഈ കോൺട്രാക്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര ഓപ്ഷൻ അവൈലബിൾ ആണ്? 3 ഓപ്ഷൻ അവൈലബിൾ ആണ്. എന്തൊക്കെ കിട്ടും? HDFC ബാങ്ക് 1600 ഡിസംബർ എക്സ്പയറി കിട്ടും. ഇപ്പോൾ HDFC ബാങ്ക് 1600 ജനുവരി എക്സ്പയറി കിട്ടും. HDFC ബാങ്ക് 1600 ഫെബ്രുവരി എക്സ്പയറി കിട്ടും. മാർച്ച് എക്സ്പയറി കിട്ടില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏത് സ്ട്രൈക്ക് ആണോ അതിന്റെ എക്സ്പയറിയും ഇങ്ങനെയാണ്. സോ ഏത് ഡേറ്റ് ആണെന്ന് പറഞ്ഞു? എല്ലാ മാസത്തെയും അവസാനത്തെ വ്യാഴാഴ്ചയാണ് ഈ കോൺട്രാക്ട് കഴിയുക. അവിടെ വെച്ച് ഈ കോൺട്രാക്ട് തീർന്നു. നെക്സ്റ്റ് ഡേ തൊട്ട് ആ കോൺട്രാക്ട് ഇല്ല. പിന്നെ ഏത് കോൺട്രാക്ട് ആയിരിക്കും? തൊട്ടടുത്ത മാസത്തെ കോൺട്രാക്റ്റിലേക്കായിരിക്കും വരാം. ഇതൊക്കെ നമുക്ക് ലൈവ് ഓപ്ഷൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു ചെറിയ തിരുത്ത് ഇവിടെ ഉള്ളത്, നമ്മുടെ നാട്ടിൽ ഇൻഡെക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി പോലുള്ള ഇൻഡെക്സ് ഓപ്ഷനുകൾക്ക് വീക്കിലി എക്സ്പയറി ഉണ്ട്. ബട്ട് കോംപ്ലിക്കേഷൻ അല്ല കേട്ടോ. അതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. ഇപ്പോൾ ഞാനൊക്കെ ഫുൾ ടൈം ചെയ്യുന്നത് വീക്കിലി എക്സ്പയറിയിലാണ്. ദാറ്റ് മീൻസ് ഞാൻ ഇൻഡെക്സിലേ ചെയ്യാറുള്ളൂ. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം. തൽക്കാലം എത്രയും മനസ്സിലാക്കി വയ്ക്കുക. സ്റ്റോക്ക്, കമോഡിറ്റി, ക്രിപ്റ്റോ കറൻസി, ഫോറക്സ്, ഡോളർ പോലുള്ള കറൻസികൾ എല്ലാത്തിനും മന്ത്ലി എക്സ്പയറി ഉള്ളൂ. ഇൻഡെക്സിന് മാത്രം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിക്കും എന്തുണ്ട്? വീക്കിലി എക്സ്പയറി ഉണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? എല്ലാ വ്യാഴാഴ്ചകളിലും, എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചകളിൽ എക്സ്പയറി ആവും. അപ്പോൾ അൽപ്പൊടിയും ക്ലോസ് ആയി. ചെറിയ സമയം. സാധാ ഇപ്പം HDFC ബാങ്ക് എടുക്കുമ്പോൾ നമുക്ക് എത്ര ദിവസമുണ്ട്? 30 ദിവസം കിട്ടാൻ നമുക്ക് ഈ മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ച വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻഡെക്സ് ഓപ്ഷൻ അതിലും വോളിയം കൂടുതൽ വരാൻ കാരണം എല്ലാ വീക്കിലിയും എക്സ്പയറി ആവും. അപ്പം കാര്യം പെട്ടെന്ന് നടക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HDFC ബാങ്ക് 1500 മേടിച്ചിട്ട് 1600 വരെ പോകാൻ ഈ മാസം അവസാനത്തെ വ്യാഴാഴ്ച വരെ കാത്തിരിക്കുന്ന കോൺട്രാക്റ്റ് ആണ് നല്ലത്. നിഫ്റ്റി മേടിച്ചിട്ട് അടുത്ത വ്യാഴാഴ്ച, നെക്സ്റ്റ് ആഴ്ചയിലെ വ്യാഴാഴ്ച തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിനാണോ ഏറ്റവും കൂടുതൽ വോളിയം വരാ? ഇതിനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ട്രേഡിങ്ങിന്റെ 80% വോളിയം നടക്കുന്നതും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുമാണ്. അപ്പോൾ ഏറ്റവും ലിക്വിഡ് സ്ക്രിപ്റ്റ് ആണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ. പൊതുവെ പറഞ്ഞാലും ഈവൻ സ്റ്റോക്കിന്റെ ഓവറോൾ വാല്യൂ എടുത്താലും ഇന്ത്യയിൽ നടക്കുന്ന ഓവറോൾ ട്രേഡിങ്ങിന്റെ എനിക്ക് തോന്നുന്നു 80-90% ഡെറിവേറ്റീവ്സിലാണ്. അതിൽ തന്നെ ഒരു 80% ഭൂരിഭാഗം സംഭവം നടക്കുന്നത് ഇൻഡെക്സ് ഓപ്ഷനിലാണ്. അതായത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എനിവേ ഓപ്ഷൻ ചെയ്യാൻ വന്നിരുന്നു കഴിഞ്ഞാൽ ഏതാണ് ചെയ്യേണ്ടത്? നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയാണ്. ബിക്കോസ് വീക്കിലി എക്സ്പയറി ഉണ്ട്, അത്ര വോളിയം ഉണ്ട്, അത്ര മൂവ്മെന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒത്തിരി വട്ടം യൂട്യൂബിലും നമ്മുടെ FB പേജിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ സക്സസ് സ്റ്റോറി 10 രൂപ 100 രൂപ ആവുന്നു, 10 രൂപ 1000 രൂപ ആവുന്നു. ഈ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും റിയലിസ്റ്റിക് ആയിട്ട് ഇന്നും എടുത്ത് നമ്മുടെ ട്രേഡുകളോട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചെന്നുള്ളത്. ഓക്കെ, സോ എക്സ്പയറി എന്താന്ന് പറഞ്ഞു? എല്ലാ അണ്ടർലൈൻ അസറ്റുകളുടെയും എക്സ്പയറി അതാത് മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ചയാണ്. ഒപ്പം അടുത്ത 2 മാസം കൂടി അവൈലബിൾ ആണ്. മൊത്തം അങ്ങനെ 3 മാസത്തെ വ്യാഴാഴ്ചകളാണ്, 3 എക്സ്പയറികളാണ് അവൈലബിൾ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും പക്ഷേ എന്തുണ്ട്? വീക്കിലി എക്സ്പയറി കൂടി ഉണ്ട്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചയിലും ഈ സാധനം എക്സ്പയറി ആവും. അതും നമുക്ക് സെലക്ട് ചെയ്യാം. അതും വേണമെങ്കിൽ ഒന്ന് ലൈവായിട്ട് കാണിച്ചു തരാം. എല്ലാം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത് പഠിക്കണം. നമ്മുടെ ആൾക്കാരാണ് കഥ പറഞ്ഞാൽ മറന്നു പോകും, പക്ഷെ ലൈവായിട്ട് ചെയ്താൽ നിങ്ങൾ മറക്കില്ല. ഒപ്പം എൻ്റെ ഈ വീഡിയോ മാത്രം കണ്ടാൽ പോരാ കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ മൊബൈലിലൊക്കെ ഈ സാധനം ആഡ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരു സാധനം അവൈലബിൾ ആണോ, ഞാൻ പറയുന്നത് കിട്ടണ്ടോ എന്നൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. മൊബൈലിലെടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ HDFC ബാങ്ക് എടുത്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ താഴെ? HDFC ബാങ്ക് ഡിസംബർ 1600 CE എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വീക്കിലി ഒന്നുമില്ല. ഒന്നെടുത്ത് നോക്കണമെന്നുകൂടിയും. HDFC 1600 എന്നടിക്കുമ്പോൾ ഇത്രയും സാധനം വന്നുള്ളൂ. HDFC ബാങ്ക് ഡിസംബർ 1600 CE PE, ജനുവരി CE PE, ഫെബ്രുവരി CEP. കണ്ടില്ലേ? 3 സാധനങ്ങളെ വന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, സ്റ്റോക്ക് ഓപ്ഷന് 3 എക്സ്പയറി ഉള്ളൂ. ഈ മാസത്തെ എക്സ്പയറി, നെക്സ്റ്റ് മാസത്തെ എക്സ്പയറി, അതിൻ്റെ അടുത്ത മാസത്തെ എക്സ്പയറി. പക്ഷെ നിഫ്റ്റിയുടെ കേസ് എടുത്ത് നോക്കാം. നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ വില, അതായത് സ്പോട്ട് പ്രൈസ് എത്രയെന്ന് നോക്കി. ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ട് 17,078 രൂപ. 17,078 റുപ്പീസാണ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ കറണ്ട് വില. അപ്പം 17,100 നോക്കാം. 17,100 നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ നോക്കിയേ. മൊത്തം അടിക്കേണ്ട കാര്യമില്ല. ബാങ്ക് നിഫ്റ്റിയും മൊത്തം അടിക്കേണ്ട. സ്ട്രൈക്ക് പ്രൈസ് മാത്രം അടിച്ച സാധനം കിട്ടും. സെറോദയിൽ കേട്ടോ, എല്ലാത്തിലും കിട്ടില്ല. ശരിക്കും അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കണം. നിഫ്റ്റി NIFTY സ്പേസ് 17,100 അടിക്കുന്നു. എന്ത് വന്നു നോക്കിയേ? ഡിസംബറിൽ വന്നു, മന്ത്ലി എക്സ്പയറി വന്നു. ഒപ്പം നോക്കിയേ 2 ഡിസംബറിൽ ഒന്നും കിടക്കുന്നു, 9 ഡിസംബർ കിടക്കുന്നു, 16 ഡിസംബർ, 23 ഡിസംബർ, ജനുവരി. പല ഡേറ്റിൽ ഇഷ്ടം പോലെ. HDFC ബാങ്ക് ഒക്കെ 3 കണ്ടുള്ളൂ. നിഫ്റ്റിയിൽ നോക്കിയേ
ഒരു ലോഡ് സാധനം. അതാ പറഞ്ഞേ, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമുക്ക് എന്ത് അവൈലബിൾ ആണ്? വീക്കിലി അവൈലബിൾ ആണ്. അതാത് ആഴ്ചകളിലെ അവസാനത്തെ വ്യാഴാഴ്ചയാണ് എക്സ്പയറി. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിലേക്ക് പോകും. ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 26 നവംബർ ആണ്, വെള്ളിയാഴ്ചയാണ്. ഇന്നലെ ഒരു എക്സ്പയറി കഴിഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇനി ഞാൻ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് എന്തായിരിക്കും? അടുത്ത വരുന്ന വ്യാഴാഴ്ച. അതാണ് ഇവിടെ കാണിച്ചത്. ഏറ്റവും നിയറസ്റ്റ് എത്രയാണെന്ന്? നിഫ്റ്റി ഡിസംബർ 2 ആണ് അടുത്ത വ്യാഴാഴ്ച. അപ്പോൾ ഡിസംബർ 2 എക്സ്പയറി വേണം ഞാനിപ്പോൾ എടുത്ത് ട്രേഡ് ചെയ്യാൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് കൂടുതൽ പറഞ്ഞു. കാര്യം ഇതൊക്കെ റിയലിസ്റ്റിക്കലി ആവശ്യമുള്ളതാണ്. ആരെങ്കിലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമല്ലോ. സോ ഇതാണ് എക്സ്പയറിനെ പറ്റി പറയാനുള്ളത്. 2 തരം എക്സ്പയറി ഉണ്ട്. വീക്കിലി എക്സ്പയറിയും മന്ത്ലി എക്സ്പയറിയും. മന്ത്ലി എക്സ്പയറി എല്ലാ മാസത്തെയും അവസാനത്തെ വ്യാഴാഴ്ച. വീക്കിലി എക്സ്പയറി അതാത് ആഴ്ചകളിലെ അവസാനത്തെ വ്യാഴാഴ്ച. ബട്ട് വീക്കിലി എക്സ്പയറി ആർക്ക് മാത്രമേ ഉള്ളൂ? നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും മാത്രമേ ഉള്ളൂ. അതിലാണ് ഏറ്റവും കൂടുതൽ വോളിയം നടക്കുന്നത്. ബാക്കി എല്ലാ സ്ക്രിപ്റ്റുകൾക്കും, സ്റ്റോക്കിനും കമ്മോഡിറ്റിക്കും ഒക്കെ മന്ത്ലി എക്സ്പയറി മാത്രമേ ഉള്ളൂ. അത് തന്നെ എത്ര മാസത്തേക്ക് കിട്ടും? നിയറസ്റ്റ് 3 months. ഈ മാസം, നെക്സ്റ്റ് മാസം, അതിന്റെ അടുത്ത മാസം. ഈ 3 മാസങ്ങൾ വരെയാണ് കോൺട്രാക്റ്റിന്റെ എക്സ്പയറി ഉള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ വീഡിയോന്റെ ലാസ്റ്റ് പാർട്ട്, ഏതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻ? ഈ പേര് തന്നെ രസമാണല്ലേ, ഓപ്ഷൻ. ഞാൻ നമ്മുടെ ഫ്യൂച്ചർ പറഞ്ഞപ്പോൾ ഫണ്ണി ആയിട്ട് പറഞ്ഞാണ്. നമ്മുടെ പി ആർ സുന്ദർ പറയാറുണ്ട്, ദോസ് ഹു ആർ ട്രേഡിംഗ് ഇൻ ഫ്യൂച്ചർ ദേ ഹാവ് നോ ഫ്യൂച്ചർ, ദോസ് ഹു ആർ ട്രേഡിംഗ് ഇൻ ഓപ്ഷൻ ദേ ഹാവ് പ്ലെന്റി ഓഫ് ഓപ്ഷൻസ്. എന്നുപോലെ ഓപ്ഷൻ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ്. ഏതൊക്കെയാണ് ആ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്? ഈ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 2 തരമാണ്. ഒന്ന് കോൾ ഓപ്ഷൻ, 2 പുട്ട് ഓപ്ഷൻ. കാര്യം ഞാൻ ഇതിനെപ്പറ്റി 1 കൊല്ലം മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള, നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് 1 കൊല്ലത്തിന് മുമ്പ്. ബോർഡൊക്കെ എടുത്ത് വരച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കാം. ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ആ പ്രസന്റേഷൻ ആണോ ഇപ്പം ഞാൻ പ്രസന്റ് ചെയ്യുന്ന രീതിയാണോ ശരിയെന്നുള്ളത്. ഓക്കെ, എനിവേ ഞാൻ അത് ഡ്രോ ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണം. സോ HDFC ബാങ്കിന് തന്നെ സ്ക്രീനിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു മാർക്കറ്റ് 3 പ്രൊഡിക്ഷനാണ്. ഒന്ന് അപ്വേർഡ്, ഡൗൺവേർഡ്, സൈഡ് വേസ്. അതിൽ സൈഡ് വേസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് എന്ന് പറഞ്ഞാണല്ലോ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ മാർക്കറ്റ് ഇപ്പോൾ HDFC ബാങ്ക് ഇപ്പോഴത്തെ വില 1497, ദാറ്റ് മീൻസ് നിയർലി 1500. ഈ 1500 ഇന്നത്തെ വിലയിൽ നിന്ന് ഞാൻ എന്ത് പറയുന്നു? എക്സ്പയറി എന്നായിരിക്കും അടുത്ത എക്സ്പയറി. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഡിസംബർ ആണ്. അതുകൊണ്ട് തന്നെ ഡിസംബർ അവസാനത്തെ വ്യാഴാഴ്ച, ഈ മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ച HDFC ബാങ്ക് 100 രൂപ കൂടി. HDFC ബാങ്ക് 1500 നിന്ന് 100 രൂപ കൂടി 1600 എത്തും എന്ന് പറഞ്ഞുണ്ടാക്കുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കോൾ കോൺട്രാക്ട് എന്ന് പറയുക. CALL, കോൾ ഓപ്ഷൻ. അഥവാ അതിനെ നമ്മൾ CE എന്ന് പറയും. CE, കോൾ ഓപ്ഷൻ CE. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ വില 1500 ആണ്. ഒരു മാസത്തിനുള്ളിൽ, അതായത് ഡിസംബർ മാസം അവസാനത്തെ വ്യാഴാഴ്ച 100 രൂപ കുറഞ്ഞ് HDFC ബാങ്ക് 1400 എത്തും എന്ന് പറഞ്ഞ് താഴേക്ക് പോകുമെന്ന് പറഞ്ഞുണ്ടാക്കുന്ന കോൺട്രാക്റ്റാണ് പുട്ട് കോൺട്രാക്ട്. PUT, പുട്ട്. തിന്നെ പുട്ടല്ല, PUT, പുട്ട്. പുട്ട് കോൺട്രാക്ട് അഥവാ PE എന്ന് പറയും. മനസ്സിലായതായിരിക്കുന്നു. സോ 2 തരം ഓപ്ഷൻസ് ഉള്ള, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ. സോ ഒന്നുകൂടി പറഞ്ഞാൽ മാർക്കറ്റ് നിലവിലുള്ള പ്രൈസിൽ നിന്ന് അടുത്ത എക്സ്പയറികളിലേക്ക് മുകളിലേക്ക് പോകും എന്ന് പറഞ്ഞുണ്ടാക്കുന്ന കോൺട്രാക്ട് കോൾ കോൺട്രാക്ട്. അതിനെ വിളിക്കുന്ന പേരാണ് CE, കോൾ. ദെൻ ഇപ്പൊ നിൽക്കുന്ന വിലയിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് പോകും എന്നത്തേക്കുള്ളിൽ, ഈ മാസത്തെ അവസാനത്തെ അല്ലെങ്കിൽ അടുത്ത മാസത്തെ അവസാനത്തെ ഏത് എക്സ്പയറി ആണോ നമ്മൾ എടുക്കുന്നത് ആ ദിവസത്തെ വ്യാഴാഴ്ചക്കുള്ളിൽ താഴേക്ക് പോകും എന്ന് പറഞ്ഞുണ്ടാക്കുന്ന കോൺട്രാക്ട് ആണ് പുട്ട് കോൺട്രാക്ട്. PUT, പുട്ട് കോൺട്രാക്ട് അഥവാ PE എന്ന് വിളിക്കും. ഇതാണ് നമ്മൾ നേരത്തെ HDFC ബാങ്കിന്റെ കേസ് എടുത്തപ്പോൾ നിങ്ങൾ കണ്ടത്. HDFC ബാങ്കിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ട് 1600 സ്പേസ് അടിക്കണം കേട്ടോ. 1600 അടിക്കുമ്പോൾ കണ്ടോ സിയും പിയും കണ്ടോ? അതെന്തായിരിക്കും ഈ സിയും പിയും? ഈ CE എന്ന് പറയുന്നതാണ് അവിടെ ആരുണ്ടാക്കിയിരിക്കുന്നത്? കുറച്ച് ബയ്യേഴ്സ് ഇരുന്ന് ഞാൻ 100 രൂപ കൂടും, 1500 100 രൂപ കൂടും എന്ന് ഡിസംബറാണ് എടുത്തിരിക്കുന്നത് അല്ലേ. ഡിസംബർ അവസാനത്തെ വ്യാഴാഴ്ച എത്തുമ്പോഴേക്കും HDFC ബാങ്ക് 1600 കടന്ന് മോളിൽ പോകും എന്ന് പറഞ്ഞുണ്ടാക്കുന്ന കോൺട്രാക്റ്റ് ആണ് കോൾ കോൺട്രാക്ട്. വേറൊരു ആൾക്കാർ എന്ത് പറയുന്നു? HDFC ബാങ്ക് ഇത് മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. HDFC ബാങ്ക് ഡിസംബർ ലാസ്റ്റ് വ്യാഴാഴ്ചക്കുള്ളിൽ 1600 താഴെ പോകും എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു കോൺട്രാക്റ്റ് ആണ് പുട്ട് കോൺട്രാക്ട്. ഇത് 1600 മോളിൽ പോയിട്ട് താഴെ വരുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക് റിയലിസ്റ്റിക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അല്പം വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ HDFC ബാങ്ക് 1400 എന്ന് എഴുതി കഴിഞ്ഞാൽ 1400 PE. അതാണ് എന്താ? HDFC ബാങ്ക് ഈ വരുന്ന ഡിസംബർ അവസാനത്തെ വ്യാഴാഴ്ചക്കുള്ളിൽ 1400 താഴെ പോകും എന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ് PE. അപ്പോൾ CE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ പോകുന്നു പറഞ്ഞുണ്ടാക്കുന്നതും PE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞുണ്ടാക്കുന്നു. അത്രയേ ഉള്ളൂ. ഇനിയും കച്ചവടക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ എടുത്തവൻ, അതായത് CE എടുത്തവൻ HDFC ബാങ്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവന് ലാഭം കിട്ടും. PE എടുത്തവൻ HDFC ബാങ്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ അവന് ലാഭം കിട്ടും. ഇതാണ് ഓപ്ഷന്റെ മറ്റൊരു അടിപൊളി പ്രത്യേകത. ഒരു ഓപ്ഷൻ
ബയർ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് മുകളിലേക്ക് പോയാലും അവന് കാശുണ്ടാക്കാം, മാർക്കറ്റ് താഴേക്ക് പോയാലും കാശുണ്ടാക്കാം. നമ്മൾ കണ്ടിട്ടുണ്ട് തലയ്ക്ക് കൈവച്ചിരിക്കുന്ന അല്ലെ, പണ്ടത്തെ ആൾക്കാർ മാർക്കറ്റൊക്കെ ഇടിഞ്ഞ് താഴെ വീഴുമ്പോൾ ഇൻട്രാഡേ ഒക്കെ ചെയ്തവൻ തലയിൽ കൈവച്ചിരിക്കുന്ന രംഗം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സൊസൈറ്റി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആക്റ്റീവ് ട്രേഡേഴ്സ് ഒന്നും തല വയ്ക്കില്ല. ഞാൻ എൻ്റെ പേഴ്സണലി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കിയിട്ടുള്ളത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ്. ശരിക്കും താഴേക്ക് പോകാൻ, നിഫ്റ്റിയൊക്കെ ഇടിഞ്ഞ് താഴേക്ക് പോകാൻ പ്രാർത്ഥിക്കുന്ന ആളാ ഞാൻ. എന്താ അല്ലേ, പൊളിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് നാട്ടിൽ. യെസ്, ആസ് ആൻ ഓപ്ഷൻ ട്രേഡർ, ഒരു ഓപ്ഷൻ ട്രേഡർ എന്ന നിലയ്ക്ക് അവന് മാർക്കറ്റ് മുകളിലേക്ക് പോയാലും അവന് ഒത്തിരി ലാഭം കിട്ടും, മാർക്കറ്റ് താഴേക്ക് പോയാലും ലാഭം കിട്ടും. ആകെ വേണ്ടത് ഇതിനെ പറ്റിയുള്ള കുറച്ച് അറിവുകളും കുറച്ച് എക്സ്പീരിയൻസുമാണ്. അത് നമ്മുടെ കൂടെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടാവുന്നുള്ളൂ. പറഞ്ഞു തരാം ഈ വീഡിയോയുടെ അവസാനം. ഇന്നത്തെ നമ്മുടെ ഓപ്ഷൻ ട്രേഡുകളോട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോൾ, പുട്ട്, മുകളിലേക്ക് പോകുന്നത് കോള്, താഴേക്ക് പോകുന്നത് പുട്ട്. ഒന്നുകൂടി ഒരു പടമൊക്കെ വരച്ച് നിങ്ങളെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ, ഓപ്ഷൻ എന്ന് വെച്ചാൽ 2 തരം ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു? ഒന്ന് കോൾ ഓപ്ഷൻ, CALL കോൾ ഓപ്ഷൻ. 2 പുട്ട് ഓപ്ഷൻ, PUT പുട്ട് ഓപ്ഷൻ. ഇതിൽ ഈ കോൾ ഓപ്ഷൻ നമ്മൾ എന്ത് വിളിക്കും? CE എന്ന് വിളിക്കും കോൾ ഓപ്ഷനെ. പുട്ട് ഓപ്ഷൻ നമ്മൾ എന്ത് വിളിക്കും? PE എന്ന് വിളിക്കും പുട്ട് ഓപ്ഷനെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. കോംപ്ലിക്കേഷൻ അല്ല, കോമൺ സെൻസ്. ഒരു കോൺട്രാക്ട് ആകുമ്പോൾ അതിന് എന്തൊക്കെ വേണം? ഒരു ബയ്യറും വേണം, ഒരു സെല്ലറും വേണം. ഒരു സ്ഥലം അങ്ങനെയാണല്ലോ, ഒരു സ്ഥലം മേടിക്കുന്ന ആൾ വേണം, സ്ഥലം വിൽക്കുന്ന ആൾ വേണം. അതുപോലെ തന്നെ ഈ 2 ഓപ്ഷനും ബയ്യറും ഉണ്ട്, സെല്ലറും ഉണ്ട്. അതായത് കോൾ ഓപ്ഷന് 2 രീതിയിൽ ട്രേഡ് ചെയ്യാം. ഏതൊക്കെ? ഒരു കോൾ ഒരാൾക്ക് ബൈ ചെയ്യാം, കോൾ ഒരാൾക്ക് സെല്ല് ചെയ്യാം. അതുപോലെ തന്നെയാണ് പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. എങ്ങനെയാണ്? പുട്ട് ഓപ്ഷൻ ഒരാൾക്ക് ബൈ ചെയ്യാം, പുട്ട് ഓപ്ഷൻ ഒരാൾക്ക് സെല്ല് ചെയ്യാം. മനസ്സിലായിരിക്കുന്നു. അതും കാണിച്ചു തരാം. റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ഇതിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. HDFC ബാങ്കിന്റെ ഓപ്ഷൻസ് നമ്മൾ ഒത്തിരി ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. സോ HDFC ബാങ്കിന്റെ 2 ഓപ്ഷൻ നമ്മളിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. HDFC ബാങ്ക് 1600 CE, HDFC ബാങ്ക് 1400 PE. ഏത് എക്സ്പയറി? ഡിസംബർ എക്സ്പയറി. എന്തായിരിക്കും രണ്ടുപേരും പറയുന്നത്? ഒരാൾ പറയുന്നു HDFC ബാങ്ക് ഇപ്പോഴത്തെ വിലയിൽ നിന്ന് ഡിസംബർ അവസാനത്തെ വ്യാഴാഴ്ച 1600 എത്തുമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ഓപ്ഷന്റെ പ്രീമിയമാണ് 8 രൂപ 55 പൈസ. ഒരാൾ പറയുന്നു 1400 എത്തുന്നു. അങ്ങനെ പറയുന്നതിന്റെ പ്രീമിയമാണ് 10 രൂപ. രണ്ടും മേടിക്കാൻ ഏകദേശം എത്ര രൂപ മതി നമുക്ക്? ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ ഈ 2 സാധനം മേടിക്കാം, കാശുണ്ടാക്കാം. ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, സെറോദിയാണ് എല്ലാത്തിലും സെയിം ആട്ടോ. ഓപ്ഷൻ ഏഞ്ചലിലൊക്കെ നല്ലതാണ്, അപ്സ്റ്റോക്സ് എല്ലാത്തിലും ഓപ്ഷൻ ചെയ്യാം. ആക്ടിവേറ്റ് ചെയ്യണമെന്ന് മാത്രം. അത് നമ്മൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം നിങ്ങൾ ഫ്യൂച്ചർ ഓപ്ഷൻസ് ആക്ടിവേറ്റ് ചെയ്യണം. അതിനുവേണ്ടി 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യണം. വീണ്ടും പറയുന്നില്ല, എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്. ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യണോ അങ്ങനെയുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ ഗൈഡ് ചെയ്യും. ഫ്രീ, ഒരു പോലും തരണ്ട. നമ്മുടെ സ്റ്റാഫൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്തിരിക്കും. ഈ പറയുന്ന കോൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ബൈയും സെല്ലും. കണ്ടില്ലേ? ഇവിടെ ബൈ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര രൂപ മതി? 5000 രൂപ. ഒരു ലോട്ട് HDFC ബാങ്കിന്റെ 1600 കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. 5600 മതി. അത് തന്നെ നമുക്ക് സെല്ല് ചെയ്യാൻ നോക്കാം. സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ 1,50,000 രൂപ വേണം. 1 ലക്ഷം രൂപ കൂടുതൽ വേണം. സെല്ലിങ്ങിന് ബൈങ്ങിനേക്കാളും 10-20 മടങ്ങ് ക്യാപിറ്റൽ കൂടുതൽ വേണം. അപ്പോൾ ഞെട്ടിയോ? ഞെട്ടണ്ട. അടുത്ത സീരീസ് ഓഫ് വീഡിയോയിൽ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ടും ഡീറ്റെയിൽ ആയിട്ടും പഠിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ കൂടുതൽ കൊടുത്ത് മേടിക്കുന്നതും വിൽക്കുന്നതും കൊണ്ടുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൽക്കാലം മനസ്സിലാക്കി വെക്കുക. ഈ 2 കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ പറഞ്ഞത്? ഓപ്ഷന്റെ കോൾ ഓപ്ഷൻ നമുക്ക് ബൈയും ചെയ്യാം, സെല്ലും ചെയ്യാം. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷന്റെ കേസ് നോക്കണം. 1400 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ എത്ര രൂപ മതി? 5600 മതി. 1400 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ എത്ര രൂപ വേണം നോക്കി? 1 ലക്ഷം രൂപ വേണം. കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 2 രീതിയിലുണ്ട്, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ. ഈ കോൾ ഓപ്ഷൻ തന്നെ നമുക്ക് 2 രീതിയിൽ ട്രേഡ് ചെയ്യാം. കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം. പുട്ട് ഓപ്ഷനും 2 രീതിയിൽ ചെയ്യാം. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാം. അങ്ങനെ 4 ഓപ്പർച്യൂണിറ്റികളാണ് ഒരൊറ്റ സ്ക്രിപ്റ്റിലുള്ളത്. HDFC ബാങ്കിന്റെ ഓപ്ഷന്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ HDFC ബാങ്ക് ഈ 4 കാര്യങ്ങൾ ചെയ്യാം. എന്ത് ചെയ്യാം? HDFC ബാങ്കിന്റെ ഏതെങ്കിലും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം, HDFC ബാങ്കിന്റെ ഏതെങ്കിലും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം, HDFC ബാങ്കിന്റെ ഏതെങ്കിലും കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം, HDFC ബാങ്കിന്റെ ഏതെങ്കിലും പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാം. ഇങ്ങനെ 4 ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് ഓപ്ഷനിൽ. അതുകൊണ്ടാണ് നമ്മുടെ PR സുന്ദർ സാർ പറഞ്ഞത്, those who are trading in future they have no future, but those who are trading in option they have plenty of options. നേരത്തെ പറഞ്ഞു HDFC ബാങ്കിന്റെ 1600 മാത്രമല്ല, 1620, 1640, ബ്ലാ ബ്ലാ ബ്ലാ, അങ്ങനെ 1800, ഒരു 10 ഉണ്ട്. അതുണ്ട്. ഒപ്പം അതിൽ തന്നെ 1400 ഒരു കോൾ ഓപ്ഷൻ എടുത്താൽ അത് തന്നെ ബൈയും സെല്ലും ചെയ്യാം. സോ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആസ് ആൻ ഓപ്ഷൻ ട്രേഡർ വി ഹാവ് പ്ലെന്റി ഓഫ് ഓപ്ഷൻസ് വിത്ത് വെരി സ്മോൾ ക്യാപിറ്റൽ.
അതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ചെറിയ ക്യാപിറ്റൽ കൊണ്ടും വലിയ ക്യാപിറ്റൽ കൊണ്ടും ചെയ്യുന്ന സംഭവങ്ങളുണ്ട് ഓപ്ഷൻ സെല്ലേഴ്സ്. അതൊന്നും ഇപ്പൊ പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. വലിയ വലിയ ആൾക്കാർക്കും വലിയ ക്യാപിറ്റൽ ഉള്ളവർക്കും ഉള്ളതാണ്. എങ്കിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സാധനങ്ങൾ ഫുൾ കവർ ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കാം. ഓപ്ഷൻ 2 തരം, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ. അതെന്താണ്? മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്ന കോൺട്രാക്ട് ആണ് കോൾ കോൺട്രാക്ട് അഥവാ CE. മാർക്കറ്റ് താഴേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്ന കോൺട്രാക്ട് ആണ് പുട്ട് കോൺട്രാക്ട് അഥവാ PE. ഇതിൽ തന്നെ കോൾ കോൺട്രാക്ട് നമുക്ക് 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കോൾ കോൺട്രാക്ട് ബൈ ചെയ്യാം, ദാറ്റ് മീൻസ് CE ബൈ ചെയ്യാം, CE സെൽ ചെയ്യാം. പുട്ട് കോൺട്രാക്ട് ഇതുപോലെ 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പുട്ട് കോൺട്രാക്ട് ബൈ ചെയ്യാം, പുട്ട് കോൺട്രാക്ട് സെൽ ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിലും പേടിക്കേണ്ട. നമ്മൾ ഓപ്ഷന്റെ സീരീസ് ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിന്റെ 4ാമത്തെ വീഡിയോ ആണെങ്കിലും ഓപ്ഷനെ സംബന്ധിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്ന 1ാമത്തെ വീഡിയോ ആയിട്ടുള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എനിക്കെന്തറിയാമോ അത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതൊക്കെയാണ് ഓപ്ഷനെ പറ്റി പറയാനുള്ളത്. ഓപ്ഷൻ സീരീസിന്റെ 4ാമത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ സീരീസിന്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന കോൾ ഓപ്ഷന്റെയും പുട്ട് ഓപ്ഷന്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇതേ ഭാഷയിൽ ഇതേ എക്സാമ്പിൾ സഹിതം നിങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലെ ഇത്ര സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു.